എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആർബിട്രേഷൻ സംബന്ധിച്ചുള്ള ഏകദേശം സംക്ഷിപ്തമായ ഒരു ആധികാരികമായ ഒരു സർക്കുലർ നമ്മളെ എല്ലാവരുടെയും കൈവശമുണ്ട്. അപ്പം അതിനെ ആസ്പദമാക്കി നമുക്ക് തുടങ്ങാം. ഞാൻ പ്രധാനമായിട്ടും അത് പറഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ആർബിട്രേഷൻ തുടർന്നുള്ള എക്സിക്യൂഷൻ നടപടികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഇപ്പോൾ എല്ലാവരെയും നമ്മുടെ കുരിശ് നിവാരണം പരിപാടികൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ആർബിട്രേഷൻ എക്സിക്യൂഷൻ നടപടികളുണ്ട്. പലർക്കും എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചറിയാം, ഒരു സഹകരണ സംഘത്തില് ഒരു തർക്കം എന്താണെന്ന് നമ്മൾ കൃത്യമായി നമ്മുടെ നിയമത്തിൽ അതിന്റെ വ്യവസ്ഥയുണ്ട്. ആ തർക്കത്തിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗം നമ്മുടെ വായ്പാ സംബന്ധമായ ഒരു വിഷയത്തിൽ തർക്കമുണ്ടാവുന്നു. ആ തർക്കം ഉണ്ടാവുന്നിടത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആർബിട്രേഷന്റെ സംഭവങ്ങൾ ആരംഭിക്കുന്നത്. നമ്മൾ ലഘുവായി പറയുന്നു, കൂടുതൽ നിയമപരമായ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു വായ്പ എന്ന് പറയുന്നത് ഒരു വായ്പക്കാരനും ഈ സംഘവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്, കോൺട്രാക്ട്. അപ്പം വായ്പക്കാരൻ സ്വാഭാവികമായിട്ടും ആ സഹകരണ സ്ഥാപനത്തിൽ, നമ്മൾ സഹകരണ സംഘങ്ങളെ ഉദ്ദേശിച്ച് പറയുമ്പോൾ സഹകരണ സ്ഥാപനത്തിലെ അംഗം ആയിരിക്കും. സോ അദ്ദേഹം അവിടെ വായ്പയ്ക്ക് അപേക്ഷ വയ്ക്കുന്നു. സഹകരണ സംഘം ഭരണസമിതി അതിന് വായ്പ അനുവദിക്കുന്നു, വായ്പ വിതരണം ചെയ്യുന്നു. വിതരണം ചെയ്ത ശേഷം ഈ വായ്പാ ഉടമ്പടി പ്രകാരമുള്ള തുക തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ തർക്കമുണ്ടാകുന്നത്. ഇങ്ങനെ തർക്കമുണ്ടാകുമ്പോൾ അവിടെ ആർബിട്രേഷൻ ഫയൽ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് ബാങ്കും ഈ പറഞ്ഞ വായ്പക്കാരൻ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഉടമ്പടിയിലെ വീഴ്ച വരുത്തുമ്പോൾ ആ വീഴ്ചയെ തുടർന്ന് നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുള്ള പണം തിരികെ ഈടാക്കിയെടുക്കുന്നതിന് വേണ്ടി ബാങ്ക് ആർബിട്രേഷൻ നടപടികൾ കൈക്കൊള്ളുന്നു. നമ്മൾ പൊതുവിൽ പറഞ്ഞു പോകുമ്പം ഏറ്റവും ആദ്യം നമ്മൾ ആ ഒരു വിഷയത്തിൽ തന്നെ അവിടെ തന്നെ തുടങ്ങി പോകുന്നു. കൂടുതൽ നിയമത്തിന്റെ പ്രശ്നത്തിലേക്ക് പോകുന്നു. നമ്മളെ സംബന്ധിച്ച് വായ്പ കുടിശ്ശിക വരുത്തുന്നു. വായ്പ കുടിശ്ശിക വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാങ്ക് കുടിശ്ശികക്കാരന് പ്രാഥമികമായ നിലയിൽ അവർക്ക് നോട്ടീസ് അയക്കും. ആ നോട്ടീസ് ആദ്യം ഡിമാൻഡ് നോട്ടീസ് ആവും, പിന്നീട് അത് രജിസ്റ്റേർഡ് നോട്ടീസ് ആവും. ഈ രജിസ്റ്റേർഡ് നോട്ടീസ് അയച്ചതിന് ശേഷവും വായ്പക്കാരൻ പ്രതികരിക്കാതിരുന്നാൽ, അതായത് കുടിശ്ശിക അടച്ചു തീർത്ത് വായ്പ റെഗുലറൈസ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ബാങ്ക് ഭരണസമിതി തീരുമാനം കൈക്കൊണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ കുടിശ്ശികക്കാരനെതിരെ ആർബിട്രേഷൻ ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവുന്നു. തർക്കങ്ങൾ നമ്മൾ രണ്ട് തരത്തില്, ധനപരമായ തർക്കങ്ങളെന്നും അല്ലാത്ത തർക്കങ്ങളെന്നും നമ്മൾ പറയുന്നു. ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ ഈ പറയുന്ന വായ്പാ തർക്കങ്ങൾ ധനപരമായ തർക്കങ്ങളിലേക്ക് കാര്യം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പം വായ്പയെ സംബന്ധിച്ച് നമ്മൾ വായ്പ കൊടുത്ത് കുടിശ്ശിക വന്നു, ഭരണസമിതി നോട്ടീസ് അയച്ചു, തിരികെ അടച്ചില്ല, അവർ തീരുമാനം കൈക്കൊള്ളുന്നു. തീരുമാനം കൈക്കൊണ്ട് ആർബിട്രേഷൻ ഫയൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മുടെ സഹകരണ നിയമത്തിന് ചട്ടം 67, 68, അതോടൊപ്പം തന്നെ വകുപ്പ് 69, 70 നമ്മളത് കൺഫേം ചെയ്ത് ലിമിറ്റഡ് ആയിട്ട് പറഞ്ഞാൽ ഈ 4 ഏരിയയിലാണ് പ്രധാനമായിട്ടും ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഭരണസമിതി വന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു. തീരുമാനം എടുത്തതിന് ശേഷം അവര് അന്യായം ഫയൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ തീരുമാനങ്ങളുണ്ട്. അന്യായം ഫയൽ ചെയ്യാൻ ബാങ്ക് ആദ്യമായി തീരുമാനിക്കുന്നു. തീരുമാനിച്ചതിന് ശേഷം ആരുടെ പേരിലാണ്, അവർ എത്ര രൂപ എടുത്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ അന്യായം ഫയൽ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇങ്ങനെ അന്യായം ഫയൽ ചെയ്യുന്നു. അന്യായം ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു അന്യായത്തിന്റെ ഈ പറഞ്ഞ നമ്മുടെ ചട്ടം 67, 68, അതോടൊപ്പം തന്നെ 69, 70 തുടങ്ങിയ സംഭവങ്ങളിലാണ് നമ്മൾ ഈ അന്യായം ഫയൽ ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നത്. അതിനകത്ത് നമ്മളെ സംബന്ധിച്ച് 67(1) വ്യക്തമായി പറയുന്നു, അന്യായം രജിസ്ട്രാർ മുമ്പാകെയോ സഹകരണ ട്രൈബ്യൂണൽ മുമ്പാകെയോ എഴുതി സമർപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞു. നമ്മൾ ധനപരമായ തർക്കങ്ങളും ധനപരമല്ലാത്ത തർക്കങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ ധനപരമായ തർക്കങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഈ 67 ഇതിന്റെ കാതലായ കുറെ വിഷയങ്ങൾ പറയുന്നത്. 67(1) കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ 67(2) അന്യായം ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തണം, അടയ്ക്കേണ്ട ഫീസ് സംബന്ധിച്ച്
അതുപോലെ ഭരണസമിതി തീരുമാനത്തിന്റെ ശരിപ്പകർപ്പ്, ഇങ്ങനെ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങൾ 67(2) പറയുന്നു. പിന്നീട് ഈ 67(3) ധനപരമായ തർക്കം, നമ്മൾ നേരത്തെ പറഞ്ഞ 2 തരം തർക്കങ്ങൾ വരുന്നു, ധനപരമായ തർക്കങ്ങളും അല്ലാത്ത തർക്കങ്ങളും. അപ്പം 67(3) ഇത് വ്യക്തമായി പറയുന്നു, ധനപരമായ തർക്കങ്ങൾ എവിടെ ഫയൽ ചെയ്യണം, ധനപരമല്ലാത്ത തർക്കങ്ങൾ നമ്മൾ എവിടെ ഫയൽ ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായി പറയും. ധനപരമായ തർക്കങ്ങൾ നമ്മൾ നമ്മുടെ രജിസ്ട്രാർ മുമ്പാകുകയും ധനപരമല്ലാത്ത തർക്കങ്ങൾ നമ്മൾ സഹകരണ ട്രൈബ്യൂണൽ മുമ്പാകുകയുമാണ് ഫയൽ ചെയ്തു പോകുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് 67(5) നമ്മൾ 67(5) പറയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ തീരുമാനം എടുത്തു, അന്യായം ഫയൽ ചെയ്ത് നമ്മളുടെ ബന്ധപ്പെട്ട രജിസ്ട്രാർ അല്ലെങ്കിൽ താലൂക്ക് തല അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ അടുത്തും ജോയിന്റ് രജിസ്ട്രാർ മുമ്പാകെ എത്തുന്നു. അപ്പൊ ഇനി നമ്മൾ പ്രായോഗികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അന്യായം ഫയൽ ചെയ്തു, അപ്പൊ അന്യായത്തിനോടൊപ്പം ഒരു ഭരണസമിതി തീരുമാനം ഉണ്ടാവും, ആരുടെ ഈ വായ്പ കുടിശ്ശിക വരുത്തിയവരുടെ വിവരങ്ങൾ ഉണ്ടാവും, എത്ര രൂപ വായ്പ എടുത്തിട്ടുണ്ട്, അതുപോലെ എന്ന് മുതൽ അന്യായത്തിനാസ്പദമായ കടം കണക്ക് അവസാനിപ്പിക്കുന്ന തീയതി എന്നാണ്, ആ സമയം വരെ അവർ എത്ര കൊടുത്തു, അവർക്ക് എത്ര കിട്ടാനുള്ള എത്ര രൂപ അവർ തിരികെ അടച്ചിട്ടുണ്ട്, മൊത്തം വായ്പ തുക, ഈടാകേണ്ടിയിരുന്നത്, ഈടായത്, ബാക്കി ഈടാകാനുള്ളത്, ഇങ്ങനെ ചേർന്നു. അതിനോടൊപ്പം നമ്മൾ അന്യായത്തിന്റെ ഫീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഫീസ് ഉൾപ്പെടെ ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം സഹിതം നമ്മൾ ഓഫീസിൽ സമർപ്പിക്കും. ഓഫീസിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽ ചെയ്യപ്പെട്ട അന്യായം ക്രമപ്രകാരമാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അതായത് അതിനകത്ത് ചെലാൻ അടച്ചിട്ടുണ്ടോ, ബന്ധപ്പെട്ട ഭരണസമിതി തീരുമാനം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചതിന് ശേഷം ബന്ധപ്പെട്ട അസിസ്റ്റന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ അല്ലെങ്കിൽ രജിസ്ട്രാർ ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ, നോർമലി AMD അല്ലെങ്കിൽ സ്പെഷ്യൽ സെയിൽ ഓഫീസർ, അതല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥർ, ഇവരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഫയല് അവരുടെ പേരിലേക്ക് ചുമതലപ്പെടുത്തി നൽകുന്നു, അതായത് എൻഡോഴ്സ് ചെയ്ത് നൽകുന്നു. എൻഡോഴ്സ് ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ അത് പരിശോധിക്കുന്നു. പരിശോധിച്ചതിന് ശേഷം ഈ ബന്ധപ്പെട്ട രേഖകൾ, അതായത് കൃത്യമായി അതിനകത്ത് സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള സ്റ്റാമ്പ് വെച്ചിട്ടുണ്ടോ, ഇതിന് മതിയായ ചെലാൻ അടച്ചിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഭരണസമിതി തീരുമാനം പ്രോപ്പറാണോ, ഈ വായ്പ കുടിശ്ശികക്കാരന്റെ മേലേക്ക് ഇത് അന്യായം ഫയൽ ചെയ്തതിന് മുമ്പ് കുടിശ്ശിക അറിയിച്ച് അവർക്ക് പ്രശ്നം നൽകിയിട്ടുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ക്രമപ്രകാരമാണെങ്കിൽ അത് ഫയൽ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നോട്ടീസ് അയക്കാനുള്ള അല്ലെങ്കിൽ അവരെ സമൻസ് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സംഘം ഈ ബന്ധപ്പെട്ട ഫയല് മതിയായ രേഖകൾ സഹിതം അതിനകത്ത് ചെലാനുണ്ടാവും, ഭരണസമിതി തീരുമാനം ഉണ്ടാവും, അന്യായത്തിന്റെ പകർപ്പുണ്ടാവും, സമൻസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഫയൽ നമ്മൾ ഓഫീസിലെത്തും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിന് സമൻസ് നൽകും. ഈ അന്യായം ഫയൽ ചെയ്യുന്ന ഈ പ്രക്രിയയെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്യൂട്ട് എന്നാണ് പറയാറ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്യൂട്ടിനകത്ത് നമ്മൾ അന്യായം ഫയൽ ചെയ്യുന്ന നടപടിക്രമങ്ങൾ മൊത്തം അതിനകത്ത് ഉണ്ടാവും. എല്ലാം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്യൂട്ട് എന്ന് പറയും. അതിനകത്ത് ബന്ധപ്പെട്ട അന്യായത്തിന് എത്രയും കോപ്പികളുണ്ടോ, അതുപോലെ ഇതിന് വാദിക്കോ വക്കാലത്ത് കിട്ടിയിട്ടുള്ള വക്കീലിനോ അതല്ലെങ്കിൽ അഭിഭാഷകൻ രജിസ്റ്റേർഡ് ക്ലർക്കിനോ അന്യായം ഫയലിംഗ് നടത്താവുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ നോക്കും നമ്മൾ. അവിടെ ഈ ഒരു വേർഡ് കൂടി നമ്മൾ ഓർത്തിരിക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ. സിമ്പിളായിട്ട് അന്യായം ഫയൽ ചെയ്യുന്ന പ്രക്രിയ എന്ന് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അവിടെ ആർക്കൊക്കെ ഫയൽ ചെയ്യാം എന്നുള്ള ഒരു ഇത് വരാം. നമ്മളെ സംബന്ധിച്ച് വാദിക്ക് ഫയൽ ചെയ്യാം, വക്കാലത്ത് കിട്ടിയിട്ടുള്ള വക്കീലിന് ഫയൽ ചെയ്യാം, അതല്ലെങ്കിൽ അഭിഭാഷകന്റെ രജിസ്റ്റേർഡ് ക്ലർക്കിന് ഈ ഫയലിംഗ് നടത്താവുന്നതാണ്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇത് ഫയലിലായി. അന്യായത്തോട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഭരണസമിതി തീരുമാനം ഉണ്ടാവണം, ചെല്ലാന്റെ കോപ്പി ഉണ്ടാവണം, കേസിന് ആസ്പദമായ രേഖകളുടെ പട്ടിക ഇതിനോടൊപ്പം ഉണ്ടാവണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ഒന്നുകൂടെ ഓർത്തിരിക്കണം, ധനപരമായ തർക്കങ്ങളും ധനപരമല്ലാത്ത തർക്കങ്ങളും, ഈ രണ്ടും 2 തരങ്ങളിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ അന്യായത്തിന്റെ മാതൃക നമ്മൾ നേരത്തെ പറഞ്ഞു. അന്യായത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഏത് അധികാരിയുടെ മുമ്പിൽ ഏത് നിയമപ്രകാരമാണ് നമ്മൾ അന്യായം ഫയൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആരാണ് വാദിയുടെ പൂർണ്ണമായ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പ്രതി, അതായത് എതിർ കക്ഷികളുടെ പൂർണ്ണമായ വിവരങ്ങൾ അതിലുണ്ടായിരിക്കണം. പിന്നെ അന്യായ കാരണം അത് ഉത്ഭവിച്ച കാര്യങ്ങളും അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വായ്പയുടെ കാര്യം മാത്രം വന്നിട്ട് പറയുന്നു. വായ്പ എടുക്കുന്നു, വായ്പ കുടിശ്ശികയാവുന്നു, നമ്മൾ നോട്ടീസ് നൽകുന്നു. നോട്ടീസ് നൽകിയതിനു ശേഷം അവർ
കടം കണക്ക് അവസാനിപ്പിക്കാൻ തയ്യാറാവാൻ സാഹചര്യത്തിൽ നമ്മൾ പറയുന്നു ഒരു നിശ്ചിത തീയതിയിൽ നമ്മൾ വ്യവഹാര കാരണം ഉത്ഭവിക്കുന്നു, അവിടെ വെച്ച് നമ്മൾ വായ്പ കണക്ക് അവസാനിപ്പിക്കുന്നു, വായ്പ കണക്ക് അവസാനിപ്പിച്ച് അന്യായം ഫയൽ ചെയ്ത് പോകുന്നു. ഇത്രയും കാര്യങ്ങൾ. പിന്നെ അന്യായത്തോടെ തുകയുടെ വിവരണം നമ്മൾ ഒരു 5 ലക്ഷം രൂപ ഈടാകാനുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ എന്ന് പറയുന്നതിന്റെ സബ്ഡിവിഷൻ എന്താണ്, മുതൽ എത്രയാണ്, പലിശ എത്രയാണ്, മറ്റ് നമ്മുടെ നടപടി ചെലവുകൾ എന്താണ്, അതുപോലെ ആർബിട്രേഷൻ ഫീസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ആകെ തുകയാണ് നമ്മൾ ഈടാക്കി തരണമെന്ന് അറിയിച്ചുകൊണ്ട് ഫയൽ നമ്മൾ ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. ഇനി അന്യായം കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞു ബന്ധപ്പെട്ട രജിസ്ട്രാർ ഇത് ചുമതലപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഈ ഉദ്യോഗസ്ഥന് ഇതിനകത്ത് വീണ്ടും പരിശോധിച്ച് നോക്കണം, ഇതിനകത്ത് കൃത്യമായി അതായത് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുശാസിക്കുന്ന തരത്തിലുള്ള ഫീസ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം. രണ്ടാമത് ഈ രജിസ്റ്ററിൽ പിടിച്ച് നമ്മുടെ ARC രജിസ്റ്റർ, ആ രജിസ്റ്ററിനകത്ത് ഈ ഇതിന്റെ വിവരങ്ങൾ ചേർത്ത് നമ്പറിട്ട് രേഖപ്പെടുത്തി എടുക്കണം. പിന്നീട് ഈ ഉത്തരവ് പ്രകാരം ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ചുമതലപ്പെടുത്തുന്നത്. അത് ഒരു പക്ഷേ ARD ഇൻസ്പെക്ടർ ആവാം, അല്ലെങ്കിൽ സ്പെഷ്യൽ സെയിൽ ഓഫീസർ ആവാം, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട യൂണിറ്റ് ആവാം. അത് ഓഫീസ് നടപടി ക്രമം പോലെ രജിസ്ട്രാർ ഒരാളിനെ ചുമതലപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെ ചുമതലപ്പെടുത്തി കിട്ടി രജിസ്റ്റർ ചേർത്തു സംഭവം വന്ന് ഈ ഫയലുകളെല്ലാം റെഡി കഴിയുമ്പോൾ നമ്മൾ കേസ് ഡയറി തുറക്കുന്നതാണ്. അവിടെ നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ ഇപ്പൊ നമ്മൾ 10 ഫയലുകളാണ് നമ്മുടെ ഓഫീസിൽ ഒരു ബാങ്കിൽ നിന്ന് 10 ഫയലാണ് ഈ ഓഫീസിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ ഈ 10 ഫയൽ കൊടുക്കുമ്പോൾ 10 ഫയലുകൾ ബന്ധപ്പെട്ട രജിസ്റ്റർ ചേർക്കുന്നു. ഓരോ ഫയലിലും ഓരോ കേസ് ഡയറി കൊടുത്ത് റെഡിയാക്കി എടുക്കും. അപ്പൊ നമ്മൾ അതിന് കേസ് ഡയറി നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. കേസ് ഡയറി ഓപ്പൺ ചെയ്ത് നമ്മുടെ ഒന്നാമത്തെ നടപടി അവിടെ പൂർണ്ണമാണ്. കേസ് ഡയറി ഓപ്പൺ ചെയ്തു. അപ്പൊ കേസ് ഡയറിയിൽ നമ്മൾ ഈ കേസിന്റെ വിവരങ്ങൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെ വിവരങ്ങൾ, അതായത് ഈ അന്യായം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കേസ് ഡയറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. കേസ് ഡയറിയിൽ നമ്മൾ ഏത് തീയതിയിൽ ഒരു വിചാരണയ്ക്ക് വെക്കുന്നു, ആ തീയതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് പ്രസ്തുത രീതിയിൽ ബന്ധപ്പെട്ട അതായത് ആർബിട്രേറ്റർ നടപടികൾ അതിനകത്ത് എഴുതണം. ആരൊക്കെ വിസ്തരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് എത്ര കക്ഷികളുണ്ട്, ആരൊക്കെ വിസ്തരിക്കണം. പിന്നെ ബന്ധപ്പെട്ട തെളിവ് പ്രമാണങ്ങളുടെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആ തെളിവ് പ്രമാണങ്ങൾ എന്തൊക്കെ നമ്മൾ പരിശോധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ കേസ് ഡയറിയിൽ ഉൾപ്പെടുത്തണം. കേസ് ഡയറിയെ സംബന്ധിച്ച് പറയുന്നത് ഘട്ടം 67(9) അപ്പൊ 67(9) പ്രകാരം നമ്മൾ കൃത്യമായ കേസ് ഡയറി തയ്യാറാക്കണം. ഓരോ ഫയലിലും കേസ് ഡയറി തയ്യാറാക്കണം. കേസ് ഡയറിയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. അതായത് നമ്മൾ എന്തൊക്കെ നടപടികൾ ചെയ്തു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളെ ഈ ഫയൽ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിന്റെ വിചാരണ തുടങ്ങും, അല്ലെങ്കിൽ വിചാരണ എടുക്കുമ്പോൾ മുതൽ ആ ഫയലിന്മേൽ നമ്മൾ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വരെ, അതായത് അവാർഡ് ഇഷ്യൂ ചെയ്യുന്നത് വരെ നമ്മൾ എന്തൊക്കെ നടപടികൾ ചെയ്തു എന്നുള്ളത് പൂർണ്ണമായിട്ടും ഈ കേസ് ഡയറിയിൽ ഉൾപ്പെടുത്തണം. ഇത് സംബന്ധിച്ച് ചട്ടം 67(9) കൃത്യമായിട്ട് പറയുന്നുണ്ട് കേസ് ഡയറിയിൽ നമ്മൾ എന്തൊക്കെ വിവരങ്ങൾ ഉൾപ്പെടുത്തുക വേണം നമ്മൾ കേസ് ഡയറി തയ്യാറാക്കാൻ. അപ്പം അത്രയും വിവരങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ കേസ് ഡയറി തയ്യാറാക്കുന്നു. കേസ് ഡയറി കഴിവതും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ല നിയതമായ അച്ചടിച്ച് വെച്ച ഭാഷയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്ത് നടപടിക്രമങ്ങൾ അത് കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയാൽ മതിയാവും. അല്ലാതെ ഒരുപാട് വലിയ വ്യവഹാര ഭാഷകളോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കോംപ്ലിക്കേഷനൊന്നും നമ്മൾ എന്താണോ പ്രവർത്തനം ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ നടപടി സ്വീകരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അത് മാത്രം നമ്മൾ വ്യക്തമായി എഴുതിയിരുന്നാൽ മതി. വലിയ കോടതി ഭാഷയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള രീതിയിലുള്ള ഉപയോഗക്രമങ്ങൾ വേണമെന്നില്ല. പിന്നീട് നമ്മൾ പറഞ്ഞ ഫീസിന്റെ കാര്യം പറഞ്ഞു. ഫീസിന്റെ കാര്യം നമ്മൾ 67(10) പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതും എല്ലാവർക്കും അറിയാവുന്നതാണ്, ദൈനംദിനം നമ്മൾ ചെയ്തു പോകുന്നു. പിന്നീട് നമ്മളിപ്പം കേസ് ഡയറി ഓപ്പൺ ചെയ്തു. അടുത്ത നമ്മളെ സംബന്ധിച്ച് വിചാരണ നടപടികളാണ്. വിചാരണ നടപടികൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അന്യായം ഫയൽ ചെയ്ത് വരുമ്പോൾ ഈ അന്യായത്തിനകത്ത് വാദിയുണ്ട്, പ്രതിയുണ്ട്, ഈടാക്കേണ്ട തുകയുണ്ട്, വ്യവഹാര കാരണമുണ്ട്, അത് ഉത്ഭവിച്ച തീയതിയുണ്ട്. ഇങ്ങനെ ഇത്രയെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിചാരണ തുടങ്ങുമ്പോൾ ഈ എന്നാണ് വിചാരണ തുടങ്ങുന്നത്, അല്ലെങ്കിൽ വിചാരണ തീയതി എന്നാണ്, അത് എവിടെ വെച്ചാണ് നടത്തുന്നത്, അതിന്റെ സമയം എത്താണ്, ഇത് കാണിച്ചുകൊണ്ട് വാദിക്കും പ്രതിക്കും നമ്മൾ സമൻസ് അയക്കണം. സമൻസ് അയക്കുമ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കാം, നമ്മുടെ ഓഫീസിൽ പ്രത്യേക ഉദ്യോഗസ്ഥൻ മുഖാന്തരം സമൻസ് സെർവ് ചെയ്യും. പ്രധാനമായിട്ട് നമ്മൾ ഈ 2
നമ്മൾ പ്രത്യേക ഉദ്യോഗസ്ഥൻ മുഖാന്തരം ഓഫീസിൽ നിന്ന് സമൻസ് സെർവ് ചെയ്യുന്നു. അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖാന്തരം സമൻസ് അയക്കുന്നു. ഈ ഇതിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, അന്യായത്തിൽ പറഞ്ഞിരുന്ന കക്ഷികൾക്കെല്ലാം തന്നെ സമൻസ് കൊടുക്കണം. ഒരാളെ കിട്ടിയില്ല, ഒരാളുടെ മേലുകാട്ടിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് എക്സിസ്റ്റ് അല്ല. അന്യായത്തിൽ എത്ര കക്ഷികളെ വിവരം പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ പേർക്കും നമ്മൾ സമൻസ് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സമൻസ് കൈപ്പറ്റിയോ കൈപ്പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അഡ്രസ് കണ്ടു കിട്ടാതിരിക്കുകയോ അതൊക്കെ പിന്നീടുള്ള വിഷയം. അന്യായത്തിൽ എത്ര കക്ഷികൾ അല്ലെങ്കിൽ എത്ര പേരുടെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ മുഴുവൻ പേർക്കും നമ്മൾ സമൻസ് കൊടുക്കണം. സമൻസിനൊപ്പം അന്യായത്തിന്റെ പകർപ്പ് കൂടി നിർബന്ധമായിട്ടും കൊടുക്കണം. നോട്ടീസ് മാത്രം പോരാ. സമൻസ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ സമൻസിനോടൊപ്പം അന്യായത്തിന്റെ പകർപ്പ് കൂടി ഓരോ കക്ഷികൾക്കും നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണം. സമൻസ് നമ്മൾ നേരിട്ട് പറഞ്ഞ നമ്മുടെ ഉദ്യോഗസ്ഥൻ മുഖാന്തരം നേരിട്ട് നൽകാം. അതല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റേർഡ് തപാലിൽ നൽകാം. തപാൽ മാർഗം സ്പീഡ് പോസ്റ്റോ കൊറിയർ സർവീസ് അപ്രൂവ്ഡ് കൊറിയർ സർവീസ് മാത്രമേ ചെയ്യുന്ന ചില കേസിലെ കൊറിയർ മുഖാന്തരം അയച്ചതൊക്കെ തർക്കങ്ങൾ നിലവിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അതല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൊറിയർ വഴി സമൻസ് നമുക്ക് സെർവ് ചെയ്യാം. ഈ സമൻസ് സെർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം, പല കേസുകളിലും ഒന്നുകിൽ സമൻസ് കൈപ്പറ്റാൻ വിസമ്മതിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ സമൻസ് അയച്ച വ്യക്തി മരണപ്പെട്ടു പോകുന്നുണ്ട്. അതല്ലെങ്കിൽ സമൻസ് അയച്ച് നമ്മൾ ആർക്കാണോ സമൻസ് കൊടുത്തുവിടുന്നത് അവര് സ്ഥലം മാറി പോകുന്നു, അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രായോഗികമായി നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും സമൻസ് അയക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ കഴിയാത്ത. നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചാൽ ചിലപ്പോൾ മരണപ്പെട്ട ആളാണെങ്കിൽ അഡ്രസ് ഡിസിഷൻ പറഞ്ഞ് തിരികെ മടങ്ങി കൈപ്പറ്റാൻ വിസമ്മതിക്കുന്ന കേസുണ്ട്. ചില കേസിൽ സമൻസ് കൈപ്പറ്റാൻ വിസമ്മതിക്കും, അവര് തിരികെ അയക്കും, നമ്മുടെ കയ്യിൽ തിരികെ വരും. പിന്നെ ചിലർ മേലുവിലാസം മാറി പോസ്റ്റ് ഓഫീസിൽ ഇൻഡിക്കേഷൻ കൊടുക്കാതെ ആ കാരണത്താലും തിരികെ വരും. ഈ സാഹചര്യങ്ങളിൽ അതായത് നമ്മള് കക്ഷി മരിച്ചുപോയെന്നോ കക്ഷിയെ അറിയത്തില്ലെന്നോ കക്ഷി നാട് വിട്ടു പോയെന്നോ ഇങ്ങനെയുള്ള റിമോർക്കോടെ സമൻസ് തിരികെ വന്നാൽ അതിന്റെ ഹിയറിംഗ് നമ്മൾ നിർബന്ധമായിട്ട് മാറ്റിവെക്കണം. റെഫ്യൂസൽ ടു അക്സെപ്റ്റ്, അതായത് കൈപ്പറ്റാൻ വിസമ്മതിച്ചു, അത് നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. പക്ഷെ ബാക്കി എല്ലാ സാഹചര്യങ്ങളും, അതായത് ആൾക്കാരൻ മരിച്ചുപോയി, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ സമൻസ് അയച്ച പ്രതി മരണപ്പെട്ടു, അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ ഒരു അഡ്രസ് നിലവിലില്ല. പക്ഷെ പണ്ട് അങ്ങനെ ഒരു അഡ്രസ് ഉണ്ടാവും, ഇപ്പം അങ്ങനെ ഒരു അഡ്രസ് നിലവിലില്ല. അതോടൊപ്പം തന്നെ അയാൾ നാട് വിട്ടുപോയി. അങ്ങനെയുള്ള കാര്യത്തിൽ ഈ സാഹചര്യങ്ങളിലാണ് നമ്മുടെ സമൻസ് തിരികെ വരുന്നതെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ആ കേസ് മാറ്റിവെക്കണം. മാറ്റിവെച്ചതിന് ശേഷം ഈ സമൻസ് കൃത്യമായി സെർവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആർബിട്രേഷൻ നടപടികൾ നടത്താവും. ഇത് അവരെ സംബന്ധിച്ച് നമ്മൾ സമൻസ് സെർവ് ചെയ്തു, അവർ വന്നില്ല, അത് നമ്മൾ കാര്യമാക്കാണ്ട് അവർ എക്സ് പാർട്ടി ആണെങ്കിലും, അതായത് സമൻസ് കൈപ്പറ്റി പാർട്ടി വന്നില്ലെങ്കിൽ എക്സ് പാർട്ടി ആയിട്ടാണെങ്കിലും നമുക്ക് അവാർഡ് ഇഷ്യൂ ചെയ്യും. പക്ഷെ സമൻസ് കൊടുക്കാതെ നമ്മൾ ആർബിട്രേഷൻ നടത്തി അല്ലെങ്കിൽ അവരെ അറിയാതെ നമ്മൾ അവാർഡ് പുറപ്പെടുവിച്ചാൽ പിന്നീട് ഇത് വ്യവഹാരങ്ങൾക്ക് കാരണമാകും, കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടും, പല രീതിയിൽ നമ്മൾ എക്സിക്യൂഷൻ നടപടികൾ നടത്തി വരും. പ്രായോഗികമായ ഒരുപാട് എക്സിക്യൂഷന്റെ ഒരു ഘട്ടത്തിൽ എക്സിക്യൂഷൻ നടപടികൾ നടത്തി വരുമ്പോൾ അതിന്റെ ചില അവസാന ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞ സമൻസിന്റെ കാര്യം അല്ലെങ്കിൽ അവാർഡ് കൃത്യമായി സെർവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷനായിട്ട് പല കേസുകളിലും കോടതി ഇടപെടുകയും ഇയാളെ രണ്ടാമത് ഈ പ്രതിയെ അല്ലെങ്കിൽ കുടിശ്ശികക്കാരനെ രണ്ടാമത് കേൾക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് നൽകുകയും ചെയ്യുന്ന പ്രവണത കൂടുതലായിട്ട് കണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം കൃത്യമായി സമൻസ് സെർവ് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അപ്പം ഇനി ഏതെങ്കിലും നമുക്ക് അഡ്രസ്സേ അറിയത്തില്ല, അല്ലെങ്കിൽ ഇന്നലെ എന്നൊക്കെ പറഞ്ഞ മടങ്ങി വന്നാൽ നമ്മൾ വാദി അറിയിക്കുക, ഈ ആളിന്റെ നിലവിലെ മേൽവിലാസം കണ്ടെത്തി തരും. നമുക്ക് ഒരുപക്ഷെ അവരുടെ വായ്പാ ലെഡ്ജറിലെയോ അല്ലെങ്കിൽ അഡ്മിഷൻ രജിസ്റ്ററിലെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രേഖയിലോ പണ്ട് വായ്പ എടുത്ത സമയത്ത് കൊടുത്തിട്ടുള്ള മേൽവിലാസത്തിനായിരിക്കും ഇവർ ആർബിട്രേഷൻ ഫയൽ ചെയ്ത് തരിക. ആ കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇങ്ങനൊരു ഗ്രൗണ്ടിൽ സമൻസ് തിരികെ വന്നാൽ അല്ലെങ്കിൽ സമൻസ് സെർവ് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥന് ഇയാളിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇയാൾ മരണപ്പെട്ടു പോയി, അതല്ലെങ്കിൽ ഈ അഡ്രസ് നിലവിലില്ല എന്നുള്ള സാഹചര്യങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ട് കോടതിയോട് പറയണം. ഇയാളുടെ ശരിയായ മേൽവിലാസം കണ്ടെത്തി തിരികെ അന്യായം ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറയുന്ന ജീവിതം നമ്മൾ
നോട്ടീസ് അല്ലെങ്കിൽ സമൻസ് കൃത്യമായി സെർവ് ചെയ്യാതെ ഒരു കാരണവശാലും അവാർഡ് ഇഷ്യൂ ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അന്യായ നടപടികൾ കൈക്കൊള്ളേണ്ടതില്ല. ഇനി നമ്മൾ അവിടെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വേറൊരു വിഷയമാണ്, ആളുണ്ട് പക്ഷെ നോട്ടീസ് കൈപ്പറ്റാൻ അവർ തയ്യാറാവുന്നു. ഇനി അതേപോലെ തന്നെ ആ വീട്ടിലാളുണ്ട്, ഈ പറയുന്ന പ്രതി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കുടിശ്ശികക്കാരൻ, ആ ബന്ധപ്പെട്ട കക്ഷി അവിടെ ഇല്ല. ആ കേസിൽ നമുക്ക് അവിടെ 18 വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് സമൻസ് അവർക്ക് കൈമാറാം. അതോടൊപ്പം തന്നെ അവരാരെങ്കിലും സമൻസ് കൈപ്പറ്റാൻ വിസമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് 2 സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ആ സമൻസ് പതിച്ചു നടത്താവുന്നതാണ്. സ്വതന്ത്ര സാക്ഷികളുടെ സാന്നിധ്യത്തിൽ സമൻസ് പതിച്ചു നടത്താന്ന് പറയുമ്പോൾ റീസെന്റായിട്ട് ഈ സാക്ഷികളുടെ ആധാർ നമ്പറും അവരുടെ പൂർണ്ണമായ വിവരങ്ങളും ഒക്കെ വേണമെന്നൊക്കെ പല കേസുകളിലും ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷെ അങ്ങനെ പ്രായോഗികമായിട്ട് അവരൊരു പക്ഷേ ഞങ്ങൾ നോട്ടീസ് പഠിക്കുന്നത് കണ്ടു അന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തരികയായിരുന്നു. ആധാർ നമ്പർ തരികയോ മറ്റേ ഐഡന്റിഫിക്കേഷൻ തരികയോ ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് അവർ തരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മളെ പതിച്ചു നടത്തുക, ഏത് വീട്ടിലാണോ പതിച്ചു നടത്തിയത് ആ പതിച്ചു നടത്താനുണ്ടായ സാഹചര്യം, അഡ്രസ് ആബ്സെന്റ് ആണോ, അല്ലെങ്കിൽ ഹൗസ് ലോക്ക്ഡ് ആണോ, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ആണോ, ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ആ പതിച്ചു നടത്തിയ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ വീട് അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക്, അത് വീട്ടു നമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പേരോ വാർഡിന്റെ പേരോ വീട്ടു നമ്പറോ അതല്ലെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ, നമ്മൾ അവിടെ പതിച്ചു നടത്തിയതാകുമ്പോൾ കൃത്യമായൊരു തെളിവ് നമ്മൾ എപ്പോഴും ശേഖരിച്ചു വെക്കും, നല്ലതായിരിക്കും. കാര്യം പിന്നീട് വ്യവഹാരങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഈ ബന്ധപ്പെട്ട കാരണത്ത് അല്ലെങ്കിൽ അഡ്രസ് രജിസ്റ്റർ ഇട്ടു അക്സെപ്റ്റ് നോട്ടീസ് അല്ലെങ്കിൽ ഹൗസ് ലോക്ക്, അപ്പൊ കാരണം എഴുതി ആ കാര്യത്തിൽ നമ്മൾ പതിച്ചു നടത്തി അതിനകത്ത് 2 സാക്ഷികളെ ചേർത്ത് നമ്മൾ എഴുതി വെക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. കാര്യം പിന്നീടുള്ള വ്യവഹാരങ്ങൾക്ക് നമുക്ക് ഗുണമായിരിക്കും. നമ്മൾ അങ്ങനെ സമൻസ് കൊടുക്കും. മരണപ്പെട്ടവരുടെ കേസാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഫയൽ മടക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ക്രമപ്രകാരമുള്ള അവകാശങ്ങൾ ചേർത്ത് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട വാദിക്ക് നിർദ്ദേശം നൽകി ഫയൽ തുടരാം. ചില കേസുകളിൽ ഈ പറഞ്ഞ ARC ഫയൽ മടക്കി നൽകുന്നു. അതായത് നമ്മളെ സമൻസുമായിട്ട് അവര് ഒരു പക്ഷേ നമ്മുടെ ഓഫീസിൽ അന്യായ ഫയൽ ചെയ്യുന്ന തീയതിയിൽ ഈ ആളുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ നമ്മൾ ഒരു മാസമോ അല്ലെങ്കിൽ 2 മാസത്തിന് ശേഷം സമൻസ് സെർവ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ ആൾ മരണപ്പെട്ടു പോയി. ആ സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ ക്രമപ്രകാരമുള്ള അവകാശികളെ കക്ഷി ചേർത്ത് കേസ് ഫയൽ ചെയ്യുന്നതിനായിട്ട് ഫയൽ മടക്കി നൽകാറുണ്ട്. അതല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയും ചെയ്യാം. ഇതിൽ ഏതാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ചെയ്യാം. കഴിവതും അവരെ ഫയല് മടക്കി നൽകി അവകാശികളെ കണ്ടെത്തി അവർക്ക് ക്രമപ്രകാരം നോട്ടീസ് നൽകി ആ നോട്ടീസിന്മേൽ അവർ കൃത്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ രണ്ടാമത് ആർബിട്രേഷൻ ഫയൽ ചെയ്ത് വാങ്ങുന്നതായിരിക്കും നല്ലത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ ആർബിട്രേഷൻ അതേപോലെ നിലനിർത്തിക്കൊണ്ട് ക്രമപ്രകാരം കക്ഷികളെ ചേർത്ത് അതേ നമ്പറിൽ തന്നെ ആർബിട്രേഷൻ തുടർന്ന് വരികയും ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ കക്ഷി, അതായത് കുടിശ്ശികക്കാരൻ മരണപ്പെട്ടു അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പ്രതി മരണപ്പെട്ടു, ആ പ്രതി മരണപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് ഈ തടവിൻ പ്രകാരം വാദിക്ക് നിർദ്ദേശം നൽകി അവരുടെ അനന്തരാവകാശികളെ കണ്ടെത്തി ആ കണ്ടെത്തിയ ശേഷം അവർ ക്രമപ്രകാരം നോട്ടീസ് നൽകിയതിനു ശേഷം ആർബിട്രേഷൻ ഫയൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പ്രായോഗികമായി നല്ലത്. ഒരുപക്ഷെ നമ്മൾ അന്യായം ഫയൽ ചെയ്യുമ്പോൾ നോട്ടീസ് നൽകിയാൽ ചില കേസിൽ ആ വായ്പ അടച്ചു തീർക്കാനോ അല്ലെങ്കിൽ വ്യവഹാരം അവസാനിപ്പിക്കാനുള്ള സാഹചര്യങ്ങളോ ബന്ധപ്പെട്ട അവകാശികൾ നടപടികൾ സ്വീകരിച്ചേക്കും. അതുകൊണ്ട് തന്നെ അപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ നോട്ടീസ് കൊടുത്തു, ഈ വ്യവഹാര കാരണങ്ങളായി. അപ്പം നോട്ടീസ് നൽകി നമ്മളൊരു തീയതി വെച്ച് കൊടുത്തു. ആ തീയതിയിൽ നമ്മൾ ഹിയറിംഗ് നടക്കും. ഹിയറിംഗ് നടക്കാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമോ നമ്മൾ സ്ഥലം, സമയം, തീയതി ഇതോ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കേസിന്റെ ആദ്യം പഠിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഘട്ടം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട വായ്പക്കാരൻ ഹാജരായി അയാള് കാര്യങ്ങൾ പറയുന്നു, മൊഴി നൽകുന്നു, മൊഴി നമ്മൾ രേഖപ്പെടുത്തുന്നു, അയാൾക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുന്നു, മൊഴി നമ്മൾ രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം നമ്മൾ തുടർ നടപടികളിലേക്ക് നീങ്ങുന്നു. ഇതിന്റെ മറുവശം നമുക്ക് വരാം. വായ്പക്കാരൻ ഹാജരാകുന്നതിനൊപ്പം തന്നെ വക്കീൽ ഹാജരാകുന്നു. വക്കീൽ ഹാജരാകുമ്പോൾ നമ്മൾ ഈ വക്കാലത്ത് ആയിട്ട് വക്കീൽ ഹാജരാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വക്കാലത്ത് വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം.
അതിനകത്ത് ഒരു പ്രശ്നം ഇത് പറയുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ആക്ടിന്റെ, അതായത് 15/6/2011 നിലവിൽ വന്ന അഡ്വക്കേറ്റ് ആക്ടിന്റെ വകുപ്പ് 30 പ്രകാരം ഒരു അഭിഭാഷകന് ഏതൊരു കോടതിയിലും ട്രൈബ്യൂണലിലും മറ്റു ഫോറത്തിലും പ്രാക്ടീസ് നൽകുന്നതിന് ഹാജരാകുന്നതിന് അവകാശം നൽകുന്നുണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസുണ്ട്, ചേരാനെല്ലൂർ എസ് സിയുടെ ഒരു കേസിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് അതായത് നമ്മുടെ ആർബിട്രേഷൻ കോടതി ഒരു ഫോറം അല്ലെന്നും രജിസ്ട്രാർക്ക് കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അഭിഭാഷകനെ വേണമെങ്കിൽ നമുക്ക് അനുവദിക്കാതിരിക്കാം. പക്ഷെ അഭിഭാഷകനെ അനുവദിക്കാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ പ്രതി എന്ന് പറയുന്ന കുടിശ്ശികക്കാരന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരവസരം നമ്മൾ നൽകണം. വെറുതെ നമ്മൾ വക്കാലത്ത് നിഷേധിക്കുന്നത് ശരിയല്ല. വക്കാലത്ത് നമ്മൾ നിഷേധിച്ചിരിക്കുമ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന ആളിന് ഈ വായ്പ സംബന്ധമായോ ഇതുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങൾ പറയാനുള്ള അല്ലെങ്കിൽ അയാളെ കേൾക്കാനുള്ള ഒരു അവസരം നൽകിയതിനു ശേഷം മാത്രമേ നമ്മൾ അയാളുടെ വക്കാലത്ത് നിഷേധിക്കാതെ. പ്രായോഗികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വക്കാലത്ത് അനുവദിക്കുന്നതാണെന്നാണ്. പിന്നെ അതിന്റെ പുറത്ത് മറ്റു വിഷയങ്ങളൊന്നും വക്കാലത്ത് അനുവദിച്ചെന്ന് നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അഭിഭാഷകൻ ഹാജരായാലും നമുക്ക് കൃത്യമായ വിവരങ്ങൾ ബാങ്ക് നൽകും. നമ്മൾ വാദിയും പ്രതിയും തമ്മിലാണുള്ള തർക്കം, നമ്മൾ അതിനകത്ത് തർക്കത്തിൽ ഇടപെടാതിരുന്നാണ് കൃത്യമായ വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കുക. നമ്മൾ നമ്മുടെ ഭാഗത്ത് മാത്രം കേട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് പ്രായോഗികമായി വക്കാലത്ത് അനുവദിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ അനുവദിച്ചില്ലെങ്കിലും അനുവദിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രതിക്ക് പറയാനുള്ളത് എന്താണോ അത്, അല്ലെങ്കിൽ ഈ നമ്മളെ സംബന്ധിച്ച് കുടിശ്ശികക്കാരനെ സംബന്ധിച്ച് പറയാനുള്ള വിഷയം എന്താണോ നമ്മൾ കേൾക്കണം. അതുകൂടി പരിഗണിച്ചതിന് ശേഷം വേണം വക്കാലത്ത് നമുക്ക് നിഷേധിക്കാൻ. അതിനുശേഷം വക്കാലത്ത് അനുവദിച്ചുകൊണ്ടിരിക്കട്ടെ. വക്കാലത്ത് നമ്മൾ അനുവദിക്കുന്നു. വക്കാലത്ത് അനുവദിക്കുമ്പോൾ പത്രസംബോധന പ്രതിഭാഗത്തിൽ നിന്നും കൗണ്ടർ ഖണ്ഡങ്ങൾ മേടിക്കണം, അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വാങ്ങണം. അതിന്റെ 2 കോപ്പി സാധാരണ ഉണ്ടാവും. അസൽ കോപ്പി നമ്മൾ ഫയൽ ചെയ്യുകയും കോപ്പി വാദിഭാഗത്തിന് നൽകുകയും ചെയ്യുക. വക്കാലത്ത് അനുവദിച്ചാൽ അത് സ്വാഭാവികമായിട്ടും കോടതി നടപടിക്രമം പോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് 100 കാര്യങ്ങൾ പറഞ്ഞ് ഞെട്ടിക്കൊണ്ട് പോകും. കോടതിയുടെ ഭാഷയിൽ നമ്മളോട് ചിലപ്പം കുറെ കാര്യങ്ങൾ പറയും. നമ്മൾ അത്രയും കണ്ട നിയമവശങ്ങൾ ഇതിൽ സഹകരണത്തിൽ എല്ലാവരും പറയുന്നില്ല, ചിലർക്ക് നല്ല അവഗാഹമുള്ളവരുണ്ട്. എങ്കിലും ചിലർക്കൊക്കെ വക്കീലില് അല്ലെങ്കിൽ അഭിഭാഷകൻ ഹാജരാകുമ്പോൾ ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളും ഉണ്ടാകും. ഇത് നമ്മൾ അത്ര വലിയൊരു സംഭവങ്ങളായിട്ട് പരിഗണിക്കേണ്ടതില്ല. അഭിഭാഷകൻ വരുന്നു, അഭിഭാഷകനും വരുന്നത് അയാളുടെ കക്ഷിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ ഒരു വാദിയുമുണ്ട്, ഒരു പ്രതിയുമുണ്ട്. അവർ തമ്മിലാണ് തർക്കം. നമ്മൾ അതിനകത്ത് നിയമപരമായിട്ട് നമ്മുടെ റോള് നിർവഹിച്ചാൽ ഈ പറയുന്ന അഭിഭാഷകന്റെ സാന്നിധ്യം നമുക്ക് വലിയൊരു വിഷയം ഉണ്ടാകും. ഇത് അഭിഭാഷകൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലർക്കും എല്ലാവർക്കും ചില ഘട്ടങ്ങളിൽ ഇതൊരു വിഷമം തന്നെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും അത് കാര്യമില്ല. നമ്മൾ അഭിഭാഷകനെ അനുവദിക്കുന്നു. അഭിഭാഷകനെ അനുവദിച്ചാൽ ആ നടപടിക്രമം നമ്മൾ കൃത്യമായി പാലിച്ചാൽ അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ ഈ അഭിഭാഷകനെ അനുവദിച്ച് കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി തന്നു. ഇനി തൊട്ടടുത്തത് പ്രതിഭാഗത്തിന് നമ്മൾ കൗണ്ടർ സ്റ്റേറ്റ്മെന്റ് തന്നു. പ്രതിഭാഗത്തിന് നമ്മൾ വാങ്ങിയതിന്റെ അസല് ഫയൽ ചെയ്തു. 2ാമത്തെ കോപ്പി നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. പിന്നീട് റിപ്ലിക്കേഷൻ, അതായത് പ്രതിഭാഗത്ത് നിന്ന് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്ലിക്കേഷൻ അവർ തരും. അത് തന്നതിന് ശേഷം അതിന് വാദം നൽകുന്ന മറുപടി അത് നമ്മൾ അസൽ ഫയൽ ചെയ്യും. കോപ്പി നമ്മൾ തിരിഞ്ഞ് നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 കോപ്പി കിട്ടും. ഒരു കോപ്പി നമ്മൾ ഫയൽ ചെയ്യുന്നു, ഒരു കോപ്പി നമ്മുടെ മറ്റു കക്ഷി കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന വ്യക്തിക്ക് അന്യായം പത്രികയെല്ലാം കിട്ടിയതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് വാദി പറഞ്ഞതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് അതും കൂടി പരിഗണിക്കാം. ഒപ്പം അന്യായവും പത്രികയും കിട്ടിയതിനു ശേഷം തർക്ക വിഷയം നിശ്ചയിക്കാം. സാധാരണ കേസിൽ സമയം നീട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റ് വലിയ വിഷയങ്ങളുമായിട്ട് വരുന്ന തർക്കപരമായ കാര്യങ്ങളൊന്നും ഒരു 90% അന്യായങ്ങളിലും കാണാറില്ല. വളരെ അപൂർവ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു സീൻ വരുന്നത്. ബാക്കി എല്ലാ കേസിലും വായ്പാ വിവരങ്ങളും സംഭവങ്ങളെല്ലാം ജനുവിനായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും വരാറില്ല. പിന്നെ ഇവര് പ്രായോഗികമായി സമയം നീട്ടിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ കുറെ ദിവസം നമ്മൾ വരാതില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റ് യാതൊരു തർക്ക വിഷയങ്ങളോ അല്ലെങ്കിൽ അടിക്കുന്ന വിവരം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാകാറില്ല. പിന്നെ ഒരു സംഭവം നമ്മൾ ഇതിനകത്തുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്,
ലിസ്റ്റ് ഡോക്യുമെന്റുകളാണ്. അതായത് വാദികളുടെയും പ്രതികളുടെയും സാക്ഷിപ്പട്ടിക, അതുപോലെ ഈ പ്രമാണങ്ങൾ, അവരിരുന്ന് ഹാജരാക്കുന്ന പ്രമാണങ്ങൾ അത് ഹാജരാക്കാൻ നമ്മൾ സമയം കൊടുക്കണം. ഇവർ പറഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങൾ തർക്കം പറഞ്ഞാൽ തന്നെ നമ്മൾ ഹാജരാക്കാൻ സമയം സംസ്ഥാനം ആ വിഷയങ്ങൾ അവിടെ തരും. നമ്മൾ അതിനകത്ത് പറ്റത്തില്ലെന്ന് പറയുമ്പോഴാണ് വിഷയം, സമയം ഒരു ദിവസം നീണ്ടു പോകുന്നേ ഉള്ളൂ. അത് നമുക്ക് അങ്ങനെ ഒരു ദിവസം അനുവദിച്ചു കൊടുത്താൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് ചീഫ് എക്സാമിനേഷനും അതുപോലെ പെറ്റീഷൻസ് എവിഡൻസുമാണ്. അതുപോലെ അതിന്റെ ക്രോസ് വരും. ഇവര് പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കും. നമ്മൾ അതിനകത്ത് നമ്മൾ മീഡിയേറ്റർ അല്ലെങ്കിൽ ആർബിട്രേറ്റർ എന്നെങ്കിൽ നമ്മുടെ റോൾ മാത്രം ചെയ്താൽ മതിയോ. ആ തർക്ക വിഷയങ്ങൾ ഉണ്ടാവും. തർക്ക വിഷയങ്ങളിൽ നമ്മുടേതായ പരിഗണന വരേണ്ട സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വരേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഇടപെട്ടാൽ മതിയാവും. ക്ലോസിങ്ങിലായാലും ഇതായാലും. ഹിയറിംഗിന്റെ അതുപോലെ തന്നെ ഹിയറിംഗിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ വാദം കേട്ടു. ആർഗ്യുമെന്റ് നമ്മൾ നോട്ട് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തരും. ആർഗ്യുമെന്റ് നോട്ട് വാങ്ങി നമ്മൾ ഫയൽ ചെയ്യും. ഫയൽ ചെയ്ത് അതുപോലെ തന്നെ 2 കോപ്പി വന്നാൽ 1 കോപ്പി നമ്മൾ ഫയൽ ചെയ്ത് മറ്റവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം ഈ 2 ഭാഗങ്ങൾ കേട്ടത് വ്യക്തമായ തീരുമാനം നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ അന്തിമ ഘട്ടമാണ്. 2 കൂട്ടരും 2 കൂട്ടരുടെ കാര്യങ്ങൾ പറഞ്ഞു, വാദിഭാഗം പറഞ്ഞു, അതുപോലെ തന്നെ പ്രതിഭാഗം പറഞ്ഞു. രണ്ടും കൂടി നമ്മൾ വിലയിരുത്തി നമുക്ക് അവാർഡ് പുറപ്പെടുവിക്കണം. അവാർഡ് 70 ചട്ട 67 പ്രകാരം തീരുമാനമാണ് നമ്മൾ തയ്യാറാക്കി. റൂൾ 68 പ്രകാരം ഈ തീരുമാനം വാദിക്കും പ്രതികൾക്കും കൊടുക്കാവുന്നതാണ്. അപ്പം ഇതിനകത്ത് അങ്ങനെ നമ്മൾ അവാർഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായി കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കും. നമ്മൾ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൽ ഏത് നിയമം ഏത് ചട്ടം പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് വകുപ്പ് പ്രകാരമാണ് നമ്മൾ ഈ അവാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ബന്ധപ്പെട്ട വകുപ്പും ചട്ടവും അതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ ആരാണ് അവാർഡ് പുറപ്പെടുവിക്കുന്നത്, ആർബിട്രേറ്ററുടെ പേരും തസ്തികയും ഉദ്യോഗ പേരും. അതിന് അവാർഡ് നമ്മളെ ഓഫീസിലും നമ്മളെ ചുമതല ഇന്ന ഒരു ഉത്തരവ് പ്രകാരം നമ്മളെ ചുമതലപ്പെടുത്തി ആ ഉത്തരവ് പ്രകാരം നമ്മൾ ആണ് അതിൽ പുറപ്പെടുന്നത്. അപ്പം ആരാണ് അവാർഡ് പുറപ്പെടുവിക്കുന്നത്, അവാർഡ് പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥന്റെ പേരുണ്ടാവണം, രേഖയോ തസ്തികയോ അല്ല ഉദ്യോഗ പേരുണ്ടാവണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളെ ഓഫീസിൽ ഈ ഫയൽ കൊടുക്കുമ്പോൾ നമ്മൾ ഉത്തരവ് പ്രകാരമായിരിക്കും നടത്തുന്നത്. അപ്പം ആ വിവരം അതിനകത്ത് ഉണ്ടാവണം. ഏത് ഓഫീസിലെ ആരുടെ എത്രാം തീയതിയിലും എത്രാം നമ്പർ ഏത് ഉത്തരവ് പ്രകാരമാണ് നമ്മളെ മനസ്സിലായിട്ട് നിയമിച്ചത്, ആ വിവരങ്ങൾ അതിനകത്ത് ഉണ്ടാവണം. പിന്നെ അതിനകത്ത് നമ്മുടെ ആർബിട്രേഷൻ നമ്പർ ഉണ്ടാവണം. പിന്നെ വാദിയുടെയും പ്രതിയുടെയും പേരും അത് മേലുവിലാസങ്ങളും ഉണ്ടാവണം. പിന്നെ ബാക്കി നമ്മൾ കോമൺ ആയിട്ടുള്ള പറയുന്നത് അന്യായസാരം, അതേ നേരത്തെ വിവരങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഏത് തീയതിയിൽ വിധി കൊടുത്തു. ഇത് ചില കേസിൽ നമ്മൾ ഒന്നിലധികം തീയതിയിൽ ഹിയറിംഗ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒന്നിലധികം തീയതിയിൽ നമ്മൾ ഹിയറിംഗ് നടന്ന വിവരങ്ങൾ ഉള്ള കേസുകാരിയും ഉൾപ്പെടെ കാണിക്കണം. പിന്നെ നമ്മൾ എന്താണ് തീർപ്പ്, ഇന്ന് നമ്മളുടെ തെളിവ് വിവരങ്ങൾ നമ്മൾ എന്തൊക്കെ രേഖകൾ പരിശോധിച്ചു, എന്തൊക്കെയാണ് നമ്മൾ കൈക്കൊണ്ടത്. പിന്നെ ഏത് വസ്തു വിവരങ്ങളായിട്ടുള്ളതാണെങ്കിൽ ഏത് വസ്തുവിന്റെ വിവരങ്ങൾ അത് നമ്മൾ വെക്കണം. പിന്നെ ആർബിട്രേറ്ററുടെ ഓഫീസിലും ഓഫീസ് വെച്ച് വേണം ഈ സംഭവങ്ങൾ കൊടുക്കാൻ. ഇത് നമ്മളെ സംബന്ധിച്ച് 12 വർഷം ഈ അവാർഡ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. പ്രാഥമികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ച് ആർബിട്രേഷൻ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് കേൾക്കാൻ. ഞാൻ വളരെ കുറച്ച് സ്പീഡിലെന്ന് പറഞ്ഞാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കുക. നമ്മൾ അവാർഡ് വിധി നമ്മൾ അത് അന്യായം കേട്ടു, നമ്മൾ വിധി പുറപ്പെടുവിച്ചു. ഈ വിധി കൈപ്പറ്റി 60 ദിവസത്തിനകം ട്രൈബ്യൂണൽ ഉണ്ടായി അവർക്ക് അപ്പീൽ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിവതും എന്നാണോ വിധി പ്രസ്താവിക്കുന്നത് അന്ന് തന്നെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ അവാർഡ് എന്ന് പറയുന്നത് ബന്ധപ്പെട്ട കക്ഷികൾക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അയച്ചു കൊടുക്കുമ്പോൾ അവാർഡ് അയച്ചു കൊടുത്തതിന്റെ തെളിവ് നമ്മൾ അതിന്റെ അക്നോളജ്മെന്റ് കാണാം. നമ്മൾ ഏത് അയച്ചു നമ്മളതിന്റെ തെളിവ് നമ്മുടെ ഫയലിനോടൊപ്പം സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടി കാണിക്കണം. കാര്യം എക്സിക്യൂഷൻ ഫയൽ ചെയ്യുമ്പോൾ ഈ തീർപ്പ് അവർക്ക് ലഭിച്ചില്ലെന്നുള്ള പ്രായോഗികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അത് ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ് നമ്മളെ സംബന്ധിച്ച് അവാർഡ് നമ്മൾ അയക്കുമ്പോൾ അയച്ച അവാർഡ് ഏത് പ്രകാരമാണ് അയച്ചത്, അയച്ചതിന്റെ തെളിവ് നമ്മുടെ ഫയലിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രധാനമായിട്ടും നമ്മളെ സംബന്ധിച്ച് ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഇത്രയും ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഈ ഞാനീ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മുടെ സഹകരണ സംഘ രജിസ്റ്ററുടെ 36/2020 വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ 10-30 സർക്കുലറുകൾ റെഫർ ചെയ്ത് നമ്മൾ ആർബിട്രേഷന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഇപ്പം ആ 31 സർക്കുലറുകൾ നമ്മളെ സംബന്ധിച്ച്
മാറ്റിയതിനു ശേഷം നമ്മൾ ഒരൊറ്റ സർക്കുലറിൽ, അതായത് 36/2000 ഒരു സർക്കുലർ മാത്രം ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു. പിന്നെ സമയബന്ധിതമായി ആർബിട്രേഷൻ ഫയൽ ചെയ്യുന്നതാണ് ബാങ്കിന്റെ കുടിശ്ശിക കുറയ്ക്കാനുള്ള ഒരു മാർഗം. സാധാരണ കേസിൽ നമ്മൾ കാണുന്ന പല ഒരു മെജോറിറ്റി ഫയലുകളും കാലാവധി കഴിഞ്ഞിട്ടാണ് ആർബിട്രേഷനായിട്ട് വരുന്നത്. എന്റെ കാര്യമില്ല, നിങ്ങളുടെ ഉപനിബന്ധന പ്രകാരം എന്താണോ വ്യവസ്ഥ, ഇത് വായ്പാ എഗ്രിമെന്റിന്റെ വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥയിൽ 3 തവണയാണോ അല്ലെങ്കിൽ 6 മാസമാണോ എത്രയാണോ പറഞ്ഞിരിക്കുന്നത്, ആ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർബിട്രേഷൻ ഫയൽ ചെയ്യാൻ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നിങ്ങൾ കൃത്യമായി ആർബിട്രേഷൻ ഫയൽ ചെയ്യുന്നതാണ് ബാങ്കിനും വായ്പക്കാർക്കും നല്ലത്. നമ്മൾ ഒരാളിനോട് പ്രായോഗികമായി പറയുകയാണെങ്കിൽ നമ്മൾ ആർബിട്രേഷൻ ഫയൽ ചെയ്തിട്ട് 2 ലക്ഷം രൂപ എടുക്കുന്ന ഒരാൾ 50,000 രൂപ പലിശ നമ്മൾ സ്വാഭാവികമായിട്ടും 2 ലക്ഷം രൂപ വരുന്നുണ്ട്. 4-5 വർഷം കഴിഞ്ഞ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതിന് 2 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപയിൽ മേലിൽ പലിശയായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. ബാങ്കിന് നഷ്ടമാണ്. കാര്യം പരമാവധി നമുക്ക് പലിശയുടെ മുതൽ അധികരിച്ച് 2 ലക്ഷം രൂപയോളം വായ്പകൾ മുതലിൽ അധികരിച്ച് പലിശ വാങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ബാങ്കിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വേറെ, ഏർലി വേർഡ് അപ്രോച്ച് അനുസരിച്ച് നമുക്ക് ഇന്ന് പൈസ കിട്ടുന്നത് 5 വർഷം കഴിഞ്ഞ് പൈസ കിട്ടുന്നത് തമ്മിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് പൈസ കിട്ടുന്നതാണ് നല്ലത്. അതുകൊണ്ട് വായ്പക്കാരൻ കുടിശ്ശിക വരുത്തിയാൽ എന്നാൽ താമസം കളയാതെ മറ്റ് കാര്യങ്ങൾക്കൊന്നും നമ്മൾ അടുത്തിടാതെ സമയബന്ധിതമായി ആർബിട്രേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ബാങ്കിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ വായ്പക്കാരനെ സംബന്ധിച്ച് നല്ലത്. അപ്പം ആർബിട്രേഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞു പോയത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും പറയാം, അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ മറ്റേ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. ആർബിട്രേഷന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം? സാറേ നമസ്കാരം. നമ്മൾ ഈ അവാർഡ് ലോണിക്ക് അയച്ചിട്ട് അതിന്റെ അക്നോളജ്മെന്റ് ഫയലിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, EP ഫയൽ ചെയ്യുന്ന ആവശ്യത്തിനായിട്ട്. അത് ഇല്ലാത്ത പക്ഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇല്ലാത്ത പക്ഷം അവർ എക്സിക്യൂഷൻ സ്റ്റേജിൽ നമ്മളെ സംബന്ധിച്ച് അവാർഡ് അവർക്ക് കിട്ടിയില്ല, നമ്മൾ അയച്ചും തെളിയിക്കാനുള്ള മാർഗം നമ്മളിൽ ഉണ്ടാവണം. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിക്യൂഷൻ നടപടികൾ നടത്തി വരുമ്പോൾ അത് കോടതി ഇടപെട്ടാൽ കോടതി അത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടും. പല കേസുകളും അങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് കേസുകൾ വരും. അങ്ങനെയുള്ള കാര്യത്തിൽ എന്താ സാർ നമുക്കൊരു സൊല്യൂഷൻ? അവാർഡ് നമ്മൾ രജിസ്റ്റേർഡ് അയക്കുക. പ്രായോഗികമായിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്നാണ് നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അയക്കേണ്ടത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെതായിരിക്കും ചെയ്യുന്നത്. പ്രായോഗികമായിട്ട് നിയമപരമായി ചെയ്യാമെന്ന് ഞാൻ പറയുന്നു. പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ എക്സിക്യൂഷൻ ഫയൽ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ബാങ്കാണ്. പിന്നീട് നമ്മളുടെ അഡ്രസ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബാങ്കിലേക്ക് അക്നോളജ്മെന്റ് കാർഡ് തിരികെ കിട്ടുന്ന രീതിയിൽ അയച്ചാൽ സ്വാഭാവികമായിട്ടും ബാങ്ക് അത് കൃത്യമായി ഫയൽ ചെയ്യും. നമ്മുടെ ഓഫീസ് സംവിധാനത്തിൽ ഫയൽ ചെയ്യുന്നില്ലെന്നല്ല, ചിലയിടത്തെങ്കിലും അതിന് ചെറിയ വീഴ്ചകൾ വരാറുണ്ട്. എല്ലായ്പ്പോഴും നമ്മുടെ കൈവശം കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് നമ്മൾ അയച്ചിട്ടുള്ളത് തെളിവുണ്ടാക്കാൻ നമ്മൾ നടക്കുന്നത് കാര്യം. വർഷങ്ങൾക്ക് ശേഷം എക്സിക്യൂഷനുമായിട്ട് ഇവർ വരുന്നു. പിന്നീട് ട്രൈബ്യൂണലിന്റെ പരിധിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ ചെല്ലുമ്പോൾ നമ്മളെ തരത്തിൽ നിസ്സാരമായി പോകും. കാര്യം ആൾക്കാർ ഓഫീസുകളിലേക്ക് മാറി പോകും. ചിലപ്പോൾ ഒരു ഫയൽ ചെയ്ത് പ്രോപ്പറായിട്ട് ഇടാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇട്ട് തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരു പ്രായോഗികമായി നിയമപരമായിട്ട് ഞാൻ പറഞ്ഞു, പ്രായോഗികമായി നല്ലൊരു സംവിധാനം ബന്ധപ്പെട്ട അവാർഡുകളിലായി തന്ന അഡ്രസ് ബന്ധപ്പെട്ട ബാങ്കിൽ വെച്ചാൽ അതുണ്ടെങ്കിൽ അത് കൃത്യമായി കിട്ടും. അവരത് കൃത്യമായി ഫയൽ ചെയ്ത് വിൽക്കുകയും ചെയ്യും. അതായിരിക്കും കുറച്ച് നല്ലൊരു മാർഗം. ഫയൽ നഷ്ടപ്പെട്ടു പോയാൽ മറ്റെന്തെങ്കിലും വേറെന്തെങ്കിലും തരത്തിൽ പരിഹാര മാർഗം ഉണ്ടാവോ? ഫയൽ നഷ്ടപ്പെട്ടു പോകാൻ വായ്പ കണക്ക് അവസാനിപ്പിച്ചാൽ കുഴപ്പമില്ല. അവസാനിപ്പിച്ചില്ലെങ്കിൽ എക്സിക്യൂഷന്റെ സ്റ്റേജിൽ നമ്മളൊരു കൺഫർമേഷനായിട്ട് ചെല്ലുമ്പോൾ അതിനകത്ത് ഒരാഴ്ച ഇതാണ് ചോദിക്കുന്നത്. ഈ അവാർഡ് ആഴ്ച പല കൺഫർമേഷൻ പേപ്പർ ഫയലുകളും ഈ വിഷയങ്ങളൊക്കെ എഴുതി ന്യൂനത കാണിച്ച് തിരിച്ചു വരാറുണ്ട്. ഇപ്പോഴത്തെ പോയാൽ പിന്നെ വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. രജിസ്റ്റേർഡ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന്റെ സ്ലിപ്പെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നവരാണെങ്കിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് മാർഗമില്ല. പക്ഷെ അത് സൂക്ഷിക്കുന്നതാണ് നല്ലൊരു മാർഗം. സാറേ നമസ്കാരം. ചോദിക്കാനുള്ള 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ കക്ഷികൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവകാശികളെ ചേർത്ത് കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു.
ആ ആ സമയത്ത് വീണ്ടും നമ്മൾ ആദ്യം ഫീസ് അടച്ചതാണല്ലോ, വീണ്ടും ഫീസ് അടയ്ക്കേണ്ടി വരുമോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്, വക്കീലിനെ വെച്ച് അവരെ ട്രയൽ നടത്തുമ്പോൾ കോടതിയിലെ പോലെ തന്നെ ഒരു ദിവസം സെക്രട്ടറി വിസ്തരിച്ചു, പിന്നീട് മറ്റേ വിസ്തരിച്ചു, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു പരിസ്ഥിതി അത് കുറയ്ക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം, നമ്മളെ സംബന്ധിച്ച് ഈ കക്ഷി മരണപ്പെടുന്ന കേസിൽ അത് ഈ രണ്ട് രീതിയിൽ നടന്നുണ്ട്. കക്ഷി മരണപ്പെടുന്ന കേസുകളിൽ അവകാശികളെ ചേർത്താണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും ബാങ്കിന് സമയം വേണ്ടി വരും. ബാങ്കിന് സമയം വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വാദികൾ പറയും നമ്മൾ സമയം സെർവ് ചെയ്യുമ്പോൾ ഈ പാർട്ടി മരണപ്പെട്ടു പോയി സെർവ് ആകുമ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ ബാങ്കിനോട് ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ അവകാശികളെ കണ്ടെത്തേണ്ടി വരും. അതൊന്ന്, അവകാശികളെ കണ്ടെത്തി, പക്ഷെ എല്ലാവരും കിട്ടണമെന്നില്ല. അങ്ങനെ നമ്മൾ അവകാശികളെ കണ്ടെത്താൻ പോകും. നമ്മൾ ഇവര് കണ്ടെത്തി അവരെ ഒന്ന് അറിയിക്കണ്ടേ, നിങ്ങളുടെ ഇന്ന ആളായി ഇവിടുന്ന് വായ്പ എടുത്തിരുന്നു, നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശി ആ ഒരാള് ഇവിടുന്ന് വായ്പ എടുത്തിരുന്നു, ആ വായ്പ എടുത്തതിൽ ഇത്ര രൂപ കുടിശ്ശികയുണ്ട്, ഞാൻ വായ്പയുടെ കേസ് മാത്രമായിട്ടാണ് പറയുന്നത്, കുടിശ്ശികയുണ്ട് എന്നുള്ള വിവരം ഇവരെ അറിയിക്കണ്ടേ. സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങൾ എളുപ്പമൊന്നുമല്ല. ഇല്ലെങ്കിൽ ഈ എക്സിക്യൂഷൻ ഫയൽ എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടുപോയി. ഇത് പറഞ്ഞ തീർപ്പാക്കേണ്ട ഈ സംഭവം എന്ന് പറയുന്നത് നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 90% കേസുകളിലും ഈ ഫയൽ അങ്ങ് നടക്കും. അതായത് അവകാശി ഈ വായ്പക്കാരൻ അല്ലെങ്കിൽ നമ്മൾ പ്രതി മരണപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ ക്രമപ്രകാരം അവകാശികളെ കണ്ടെത്തി അദ്ദേഹം തുടർ ഫയൽ ചെയ്യാമെന്നാണ് ഒരു ഉത്തരവാക്യം ഫയൽ നടക്കുന്ന. ഇപ്പൊ സാറേ അതിനകത്ത് ഒരു സംശയം കൂടെ. ഇപ്പൊ ഈ കക്ഷികളിൽ അല്ലെങ്കിൽ അവകാശികൾ ഒരാൾ വിദേശത്താണെങ്കിൽ നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയും അവർക്ക് നോട്ടീസ് പ്രോപ്പറായിട്ട് സമൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയും വരുന്നുണ്ട്. അത് പിന്നീട് അനന്തമായി നീണ്ടുപോകും, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതിരുന്ന കേസ് വിധിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യില്ലേ? അങ്ങനെ ലിമിറ്റേഷന്റെ പരിധിയിലൊക്കെ വന്നു പെട്ടുപോകും. അത് കാരണം ബാങ്കിൽ ലക്ഷ്യമായ അഡ്രസ്സിന്റെ അയക്ക് രജിസ്റ്ററുടെ പോലെ അയക്കുക. ഇപ്പൊ അഡ്രസ് എബ്രോഡ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആദ്യമാണ് ഈ മേൽവിലാസം കണ്ടെത്തി കൊടുക്കേണ്ടത്. സാറേ ഒരു സംശയം കൂടി. ഇതിലിപ്പോ നമ്മളുടെ കസ്റ്റമർ മരിച്ചുപോയി, അവകാശികൾ എല്ലാവരും ഗൾഫിലാണ്, അവർ നാടുമായിട്ട് പിന്നെ ഒരു ബന്ധവും ഇല്ല, അങ്ങനെ നാട്ടിൽ വരാറുമില്ല. നാട്ടിലുണ്ടായിരുന്ന പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ അറിഞ്ഞില്ല, വേറെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നതൊക്കെ സെയിൽ ചെയ്ത് പോയി. നമ്മളുടെ അവിടെ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി അത് അങ്ങനെ കിടക്കുന്നുണ്ട്, അത് സെയിൽ ആയിട്ടൊന്നുമില്ല. അതിന്മേലെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു നിയമ നടപടി എടുക്കുക? നടത്തണമെങ്കിൽ നമ്മൾ ക്രമപ്രകാരം നോട്ടീസ് നൽകണ്ടേ? നോട്ടീസ് നൽകാൻ ഇവരുടെ അഡ്രസ് എംബസി മുഖാന്തരം നടത്താം, അല്ലെങ്കിൽ പത്രപരസ്യം നടത്താം. പത്രപരസ്യം ചെയ്താൽ വാലിഡ് ആവോ? നാട്ടിലില്ലാത്തതോ? വിദേശ എഡിഷൻ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ദൂരം ലഭ്യമാവുന്നുണ്ടോ അഡ്രസ്? ദുബായിലാണെന്ന് മാത്രം അറിയാം. പക്ഷെ മേൽവിലാസം അങ്ങനെയുള്ള കേസിൽ സെയിൽ ഓഫീസർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫയൽ മടക്കി തരികയുള്ളൂ. കാര്യം പ്രതിയുടെ മേൽവിലാസം കണ്ടെത്തി കൊടുക്കാൻ പറഞ്ഞു. സാറേ നമ്മളുടെ പ്രസിഡന്റ് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. വേറെ ആൾ പേഴ്സണലി പോയപ്പോ ഇവരെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോ ഇവരുടെ ഒരു കോണ്ടാക്ട് ചെയ്തപ്പോ ഇവരെന്ന് വെച്ചാല് അഡ്രസ് അറിയാതിരിക്കാൻ വേറൊരു മാളിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അവര് അതിനായിട്ട് വില്ലിങ് അല്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ ഒരു രീതിയിൽ ചെയ്തിട്ടും അവർ നിങ്ങൾ ലേലം ചെയ്തോ, നിങ്ങളുടെ നടപടിയിൽ വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്തോ, ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വേണ്ട, ഞാനൊന്നിനില്ല എന്നാണ് പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവായി പോവുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതില് ഫൈനലായിട്ട്? ആ കേസിൽ നമ്മളെ കോടതി സമീപിക്കുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. ഇപ്പം ഇവര് ഈ ആള് സ്ഥലത്തില്ലാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സമൻസ് സെർവ് ചെയ്യാതെ നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മള് തുടർ നടപടികളെ കുറിച്ച് ഈ സമൻസ് സെർവ് ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. സമൻസ് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ പതിച്ച് നടത്തി അവർക്ക് അവിടെ ബിൽഡിംഗ് വല്ലതുകൊണ്ട് നമ്മൾ പതിച്ച് നടത്തി ചെയ്യുക. നാളെ ഏതെങ്കിലും സമയത്ത് തർക്കം വരുന്ന സാഹചര്യത്തിൽ മാത്രം നമുക്ക് അതിന് ഇടപെടാൻ പറ്റും. സമൻസ് പതിച്ച് നടത്തുക എന്നുള്ളേ ഉള്ളൂ പിന്നീടുള്ള മാർഗം. ബാങ്കിന് നഷ്ടം വരുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അത് വിഷയം വരുന്നത്. നഷ്ടം വരാത്ത കേസാണെങ്കിൽ സമൻസ് പതിച്ച് നടത്തി പ്രോപ്പർട്ടി ബാങ്ക് പിടിച്ചെടുത്ത് ലേലം ചെയ്ത് വിറ്റ് ബാങ്കിന് കിട്ടാവുന്ന പൈസ ഈടാക്കി എടുക്കാന്നുള്ളേ ഉള്ളൂ. പിന്നീട് തർക്കം വരുന്ന ഓരോ വർഷം കഴിയുന്നോറും ഇൻട്രസ്റ്റ് കയറി വരല്ലേ, ഇപ്പൊ നമുക്ക് നഷ്ടത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. പ്രായോഗികമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ അഡ്രസ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വായ്പയുടെ കാലാവധി കഴിഞ്ഞ് ഈ പറഞ്ഞ 3 വർഷത്തെ കഴിഞ്ഞ് ലിമിറ്റേഷൻ പരിധിയിൽ വന്നു പിന്നെ നമുക്ക് നടപടി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരത്തില്ലേ? നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ബാക്കി പ്രൊസീജിയർ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല.
അല്ല, ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ ഇതാണ്. സമൻസ് അറിയാൻ പറ്റാതെ ഈ ആ, പ്രതിയുടെ പറ്റില്ല. മേൽവിലാസം കണ്ടെത്താൻ കഴിയാത്ത കാരണമായിരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫയലിൽ നിങ്ങൾക്ക് മടക്കി തന്നത്. ഉം. പിന്നെ ചെയ്യാൻ ഉള്ള ഒരു മാർഗം 100% നിയമപ്രകാരമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. നോട്ടീസ് ബന്ധപ്പെട്ട അവിടെ ബിൽഡിങ്ങോ സംഭവങ്ങളോ വല്ലതാണെങ്കിൽ അവിടെ പൈസ നടത്തുക. ഇല്ല, പൈസ ബിൽഡിംഗ് ഇല്ല, നടത്തുന്നത് പ്ലെയിൻ പ്രോപ്പർട്ടിയാ. ക്ലെയിം പ്രോപ്പർട്ടിയാണ്. നമ്മൾ വല്ല ബോർഡ് വല്ല സ്ഥാപിച്ച് പൈസ നടത്തുക, പിന്നെ പത്രപ്രശ്നം നടത്തുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. അതിനപ്പുറത്തേക്ക് ഇല്ലെങ്കിൽ നമ്മൾ അഡ്രസ് അറിയാമെങ്കിൽ എംബസി മുഖാന്തരം നമുക്ക് നടത്താം. ഇല്ല ഇല്ല, അഡ്രസ്സ് കിട്ടാൻ ഒരു മാർഗവും ഇല്ല. ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തു, ഒരു പിന്നെ വാണ്ടഡ്ലി ഈ പറഞ്ഞ ഒഴിവാകും അത്. പിന്നെ ഈ പറയുന്ന സംഭവം 100% നിയമമാണെന്ന് വെച്ചാൽ അല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. നമ്മൾ ലഭ്യമായ മേൽവിലാസത്തിൽ സമൻസ് ഈ പറഞ്ഞ പോലെ പൈസ നടത്താനും ബോർഡ് സ്ഥാപിച്ച് നടത്തിയതിനു ശേഷം അത് അവാർഡ് ഇഷ്യൂ ചെയ്യുക. അവാർഡ് ഈ പറഞ്ഞ കൈപ്പറ്റാതെ മടങ്ങി വരും. നമ്മുടെ ചെയ്യുന്ന നടപടികളായിട്ട് പോവുക. എന്തായാലും തർക്കങ്ങളില്ലല്ലോ. ഓക്കെ, 100% നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയും. ബാങ്കിന്റെ പണം ഈടാക്കി എടുക്കാൻ അവസാനം അതേയുള്ളതാണ്. ഇല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം വേണ്ടേ? നമുക്ക് മേൽവിലാസം അറിയാമെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇയാളുടെ മേൽവിലാസം കണ്ടെത്താനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ അല്ലാതെ അന്വേഷിച്ചെടുക്കണം. ഇയാളുടെ പാസ്പോർട്ട് നമ്പറോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ മാർഗമുണ്ടോ? ഒരു രക്ഷയില്ല. ആളെ നമ്മൾ കണ്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ഫോൺ നമ്പറിൽ നിന്നല്ല, ഇൻസ്റ്റയിൽ ആളുടെ ID നമ്മുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് ആളുടെ പേര് ചെയ്ത് ഫോട്ടോ DP ഐഡന്റിഫൈ ചെയ്ത് റിക്വസ്റ്റ് അയച്ച് അതിൽ മെസ്സേജ് ചെയ്താണ് ഇങ്ങനെ ദുബായിൽ വെച്ചിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു. അത് തന്നെ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങളുടെ ഫോട്ടോ വെച്ച് നമ്മൾ ഫുള്ള് ബോർഡ് വെക്കും, ബാങ്കിനെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവര് നേരിട്ട് കാണാൻ വന്നിട്ട്. കണ്ടിട്ട് അവരൊരു രക്ഷയില്ല, ഇങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ട് അവർ ഒഴിവായി പോവുകയും ചെയ്തത്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പത്രപരസ്യം നടത്തുക എന്നുള്ള മാർഗം. വിദേശ എഡിഷൻ അയാൾ ആ സ്ഥലത്തുണ്ടെന്ന് അറിയാമെങ്കിൽ ആ എഡിഷനകത്ത് നിങ്ങൾ പത്രപരസ്യം നടത്തും. ഓക്കെ ഓക്കെ. സാർ, ഒരു സംശയം ഈ കാര്യത്തിലുള്ളത്, ഇപ്പൊ അവകാശികൾ ഇപ്പം പെൺമക്കളാണെങ്കിൽ അവരെ വിവാഹം കഴിച്ച് വേറെ ജില്ലയിലോട്ടൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അവരെ നമ്മുടെ മെമ്പർമാരാകണമെന്നില്ല. അങ്ങനെയുള്ളവരെ ഈ കേസ് മെമ്പർമാരാകണമെന്നില്ല. അവകാശി എന്ന നിലയിലല്ലേ നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ ജില്ലയ്ക്ക് പുറത്തുള്ളവരെ പോകുമ്പോൾ നമ്മൾ മേൽവിലാസം കണ്ടെത്തി കൊടുത്താൽ മതി. ഓക്കെ. ജില്ലയ്ക്ക് പുറത്തായാലും കുഴപ്പമില്ല. നമ്മൾ നിലവിൽ അവരെ മേൽവിലാസം കണ്ടെത്തി കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. സാറേ, പവർ ഓഫ് അറ്റോർണി തന്നിട്ടുള്ള കക്ഷിയെ പവർ ഓഫ് അറ്റോർണി തന്ന ആള് മരിച്ചു കഴിഞ്ഞാല് അതിന്റെ പ്രൊസീജിയർ രണ്ടുപേരെയും അറിയിക്കണം. ആ പവർ ഓഫ് അറ്റോർണി വസ്തുവിന്റെ ഉടമസ്ഥനല്ലേ തന്നെ? അതെ, പവർ ഓഫ് അറ്റോർണി തന്നിട്ട് സഹോദരനാണ് ലോൺ എടുത്തിരിക്കുന്നത്. വസ്തുവിന്റെ ഉടമയാണ് മരിച്ചത്. പവർ ഓഫ് അറ്റോർണി തന്നാളും മരിച്ചുപോയി. പവർ ഓഫ് അറ്റോർണി എന്ന വസ്തുവിന്റെ ഉടമയാണ് മരിച്ചത്. ആ ആളിന്റെ അവകാശികളെ കുറിച്ച് എത്തണം. കാര്യം അവരെ അറിയിക്കാൻ നമ്മൾ നടപടി എടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ അങ്ങനെ ചെയ്യാതെ ഇപ്പൊ ഹൈക്കോടതി പോയി കിടക്കുക. അറിയിക്കണം. മരിച്ചു വെച്ചിരിക്കുക അയാളുടെ അവകാശങ്ങളെ ഇറക്കി മാത്രമേ തുടർ നടപടി കൈക്കൊള്ളാൻ പറ്റും. ഓ, ശരി സാർ. ഹലോ. ആ സാറേ, എനിക്ക് ഇപ്പോഴാണ് കയറാൻ കഴിഞ്ഞത്. ഓൾറെഡി ആരെങ്കിലും സംശയം ചോദിച്ചെന്നറിയില്ല. നമ്മൾ ഈ ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല, പറയാമോ? ആ സാറേ, അവകാശികൾക്ക് നോട്ടീസ് അയക്കുമ്പോ അവരുടെ ലീഗൽ എയർ കിട്ടാതെ തന്നെ നമുക്ക് ഈ മക്കളുടെ പേരിൽ നോട്ടീസ് അയച്ചിട്ട് നടപടി എടുക്കാനുള്ള വകുപ്പുണ്ടോ? അല്ല അവരുടെ ലീഗൽ ചെയ്യാൻ കഴിയൂ. കാര്യം നമുക്ക് നിയമപരമായിട്ട് എത്ര അവകാശികളുണ്ടെന്ന് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ലഭ്യമായ അവകാശികളുടെ പേരിലേക്ക് നമ്മൾ നടപടികൾ നീക്കൂ. തർക്കമുള്ള പക്ഷം അവർ തെളിയിക്കട്ടെ. ഇവർ മാത്രമല്ല അവകാശികൾ, അല്ലെങ്കിൽ മറ്റൊരാൾ കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അവകാശിയല്ല മറ്റൊരാൾ അവകാശി എന്ന് അവർ തെളിയിക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് ലഭ്യമായവരുടെ പേരിലേക്ക് നമ്മൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ലീഗൽ എയർ നിർബന്ധമില്ല. ലീഗൽ എയർ നിർബന്ധമില്ലെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് അറിയാൻ മാർഗമില്ലല്ലോ. അറിയാൻ മാർഗമില്ലെങ്കിൽ നമുക്ക് ലഭ്യമായ ആൾക്കാരുടെ പേരിലേക്ക് ചെയ്യുക. തർക്ക വിഷയം ഉണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഞാൻ അവകാശിയല്ല, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല അവകാശി, മറ്റൊരാൾ കൂടിയുണ്ട് എന്ന് അവർ തെളിയിക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വേറെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ ഇയാളാണ് അവകാശി അല്ലെന്ന് അവർ തെളിയിക്കട്ടെ. നമ്മൾക്കറിയാവുന്ന അവകാശികളെ മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതി അല്ലേ? നമ്മൾക്കറിയാവുന്ന അവകാശികളെ മാത്രം വെച്ച് കൊടുത്താൽ മതി. അതെ, നമുക്ക് നമ്മുടെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക്
ഉത്തമം തോന്നുന്നല്ലോ. പക്ഷെ ആ. 4 മക്കളുണ്ട്, നമുക്ക് 3 പേരെ അറിയത്തുള്ളൂ, ഒരാളെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല. ഞാൻ ചോദിക്കാൻ കാര്യം എന്താ സാറെന്നറിയോ, ഒരാൾക്ക് 2 ഭാര്യമാരുണ്ടെന്ന് ഇരിക്കാം. അപ്പൊ നമുക്കറിയില്ല, നമുക്കിപ്പോ നേരിട്ട് അറിയാവുന്നത് അയാളുടെ കൂടെയുള്ള ഭാര്യയും മക്കളെയും മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മൾക്ക് അവരെ കൊടുക്കുന്നു, അവര് വേറൊരാളുണ്ടെങ്കിൽ അവരാണത് പറയേണ്ടത് അല്ലേ? പറയട്ടെ, ഞങ്ങൾ മാത്രമല്ല അവകാശം മറ്റൊരാളുണ്ടെന്ന് അവർ തെളിയിക്കട്ടെ. അല്ലെങ്കിൽ വേറെ എന്തായാലും നമ്മളെ സംബന്ധിച്ച് പത്രപരസ്യം നൽകുന്ന സമയത്ത് എക്സിക്യൂഷൻ ഏതെങ്കിലും സ്റ്റേജിൽ അവർ വരും. ഞങ്ങൾ അവർ മാത്രമല്ല ഞങ്ങൾ കൂടി അവകാശമുള്ളതാണ് എന്നിട്ട് അവരെ അറിയിച്ചില്ല അവർ വരുമല്ലോ. ആ സമയത്ത് നമുക്ക് സർക്കുലർ പറഞ്ഞല്ലോ 36 ഇയർ എന്ന് പറയോ സാറേ? ഏതാണ് 36/2025 22/10/2025 സർക്കുലർ. അതായത് നേരത്തെ നമ്മൾ ഈ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഏകദേശം 31 സർക്കുലറുകളായിരുന്നു, 32 സർക്കുലർ ഉണ്ടായിരുന്നു. ആ സർക്കുലർ എല്ലാം ഏകീകരിച്ചിട്ടാണ് ഒറ്റ സർക്കുലർ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി വളരെ ആധികാരികമായി തയ്യാറാക്കിയ സർക്കുലറാണ് 36/2025. എല്ലാ വിഷയങ്ങളും അതിനകത്ത് ആർബിട്രേഷൻ സംബന്ധിച്ചുള്ള കേസിന്റെ വിവരങ്ങൾ അതിനകത്ത് പ്രാഥമികമായി നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അതിൽ പറയാം. അവരുടെ ശ്രമങ്ങൾ സാറേ ഒരു സംശയം. നമ്മുടെ ഒരു വസ്തു ഉടമ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് എന്റെ പേര് ഗഹാൻ എഴുതി കൊടുത്തുകൊണ്ട് വായ്പ എടുത്തു. എന്നിട്ട് വായ്പ കേസായി. അപ്പൊ അതിന്റെ ARC നടപടികൾ നടന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് അദ്ദേഹം അടയ്ക്കാൻ യാതൊരു സാധ്യതയും കാണിക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ശരിക്കും സ്ഥലത്തിന് ഉടമസ്ഥൻ ഇദ്ദേഹത്തിന്റെ വേറൊരാളുടെ പേരിൽ അദ്ദേഹം എടുത്തതേ ഉള്ളൂ. സുഹൃത്തിന്റെ പേര് വെച്ചുകൊണ്ട് ആ വായ്പ എടുത്ത്. നമ്മളെ സംബന്ധിച്ച് അത് ഒരു ബാങ്കിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത്. അടുത്ത ബന്ധുക്കളല്ലാത്തൊരാളിനെ വസ്തു വീട് വാങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിനകത്ത് റിസ്ക് ഫാക്ടർ ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയണ്ട. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വായ്പ കൊടുത്ത് രണ്ടുപേരുടെയും കൺസെന്റ് ഉണ്ട്, നമ്മുടെ വീട് പ്രമാണങ്ങളെല്ലാം പ്രോപ്പറാണ്, നമ്മുടെ കയ്യിൽ ഗഹാനുണ്ട്, അതുമായിട്ട് നമ്മൾ നടപടികൾ നടത്തുക. വീട് വസ്തുക്കൾ അല്ലെങ്കിൽ വായ്പക്കാരന്റെയോ അല്ലെങ്കിൽ വസ്തു ഉടമസ്ഥനെ അടിക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചാർജ് കൊണ്ടുവരിക നമ്മൾ എക്സിക്യൂഷൻ സമയത്ത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് റീപേയ്മെന്റ് വരും. അപ്പൊ നമുക്ക് ആർബിട്രേഷൻ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊന്നും എക്സിക്യൂഷന്റെ കാര്യങ്ങൾ പറയാം. ഹലോ അരുൺ സാറേ, നമ്മുടെ ലീഗൽ സെക്രട്ടറിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്ത ബാങ്ക് സെക്രട്ടറി കൊടുത്ത തരുമോ സാറേ? അങ്ങനെ വല്ലോ ഇപ്പൊ ഒരു 50% കേസുകളും തരുന്നില്ല അവര്. അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് മതി എന്നാണ് അവർ പറയുന്നത്. ഓ ശരി. എങ്കിൽ നമുക്ക് എക്സിക്യൂഷന്റെ കാര്യങ്ങൾ പറയാം ആർബിട്രേഷൻ സംബന്ധിച്ച്. ഹലോ പറഞ്ഞോ സാറേ, കേട്ടോ. അരുണെ, അങ്ങനെയാണെങ്കിൽ ആർബിട്രേഷൻ സംബന്ധിച്ച് എക്സിക്യൂഷനിലേക്ക് പോവാം. ഓക്കെ സാറേ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നതനുസരിച്ച് നമുക്കൊരു അവാർഡ് ലഭിച്ചു. അവാർഡ് നമ്മുടെ കൈവശമുണ്ട്. അവാർഡിന്റെ അപ്പീൽ സമയം കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞു ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ള സമയമുണ്ട്. 60 ദിവസമാണ്. അത് വകുപ്പ് 82 അനുസരിച്ച് അവർക്ക് ഡ്രൈവറിന് മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാം. അങ്ങനെ അപ്പീലുകളൊന്നും വന്നില്ല, അപ്പീൽ സമയം കഴിഞ്ഞെങ്കിൽ നമുക്ക് എക്സിക്യൂഷൻ നടപടികളിലേക്ക് പോകാം. അപ്പം എക്സിക്യൂഷൻ നടപടികൾ നമ്മൾ ഫയൽ ചെയ്യാൻ പ്രധാനമായിട്ട് നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഫോം സെൽ വെച്ച് സിവിൽ കോടതി മുഖാന്തരം ചെയ്യാം. രണ്ടാമത്, അപ്പൊ അങ്ങനെ ഫോം സെൽ വെച്ച് നമ്മൾ സിവിൽ കോടതി മുഖാന്തരം ചെയ്യുമ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ഭരണവിഭാഗം ഓഫീസിൽ ഇത് സംബന്ധിച്ച് മറ്റ് എക്സിക്യൂഷൻ നടപടികൾ നിലവിലില്ലെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങി അതോടൊപ്പം കൊടുക്കണം. രണ്ടാമത്തത്, ഈ ഫോം സെൽ തന്നെ നമുക്ക് കളക്ടർ മുഖാന്തരം നടത്താൻ പറ്റും. പിന്നീട് നമ്മളിപ്പോൾ നോർമലി ചെയ്യുന്നത് പോലെ രജിസ്ട്രാറുടെ കീഴിലുള്ള നമ്മുടെ സെയിൽ ഓഫീസർ മുഖാന്തരം നമുക്ക് നടപടികൾ സ്വീകരിക്കാം. ഈ 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അത് അവാർഡ് പുറപ്പെടുവിച്ച് 12 വർഷത്തിനകം നമ്മൾ ചെയ്യണം. 12 വർഷം നടപടികൾ സ്വീകരിക്കാതിരുന്നാൽ ഇതിന് കാലഹരണ നിയമം ബാധകമാവുകയും പിന്നീട് തുടർ നടപടികൾ നടക്കാതാവുകയും ചെയ്യും. അപ്പം നമ്മുടെ കയ്യിൽ അവാർഡ് കിട്ടിയാൽ അപ്പീൽ സമയം കഴിഞ്ഞ കാലതാമസം നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അപ്പീൽ സമയം നടപടികൾ നടപ്പിലാക്കുക. എക്സിക്യൂഷൻ 3 രീതിയിൽ ചെയ്യും. ഏറ്റവും ചെലവ് കുറഞ്ഞതും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കംഫർട്ടബിളായി ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വകുപ്പ് മുഖാന്തരമാണ്.
അതിന്റെ ചെലവും പ്രായോഗികമായി നിങ്ങൾക്കുണ്ടാവുന്ന ബാങ്കിലുണ്ടാവുന്ന നേട്ടങ്ങളും മാത്രം നമ്മൾ വിലയിരുത്തിയാൽ മതിയാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമായ മാർഗം, അതിൽ ഈ 3 മാർഗങ്ങൾ ഏറ്റവും എളുപ്പം നമുക്ക് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ വകുപ്പ് മുഖാന്തരം അല്ലെങ്കിൽ സെയിൽ ഓഫീസർ മുഖാന്തരം നമ്മൾ സ്വീകരിക്കാൻ പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മള് അവാർഡ് കിട്ടി സമയം കഴിഞ്ഞ് നമ്മള് എക്സിക്യൂഷൻ ഫയൽ ചെയ്യുന്നു. എക്സിക്യൂഷൻ ഫയൽ ചെയ്യുമ്പോൾ നമ്മളെ വിധി നടത്തുന്ന അപേക്ഷയാണ് നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ അവാർഡുണ്ട്, അവാർഡിലൊരു തുകയുണ്ട്. ആ തുകയ്ക്ക് ശേഷം നമ്മൾ എക്സിക്യൂഷന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക. എക്സിക്യൂഷനുമായി പറഞ്ഞു പോകുന്ന ഫീസാണ്. ആ ഫീസിന് ബന്ധപ്പെട്ട ഫീസ് അടച്ച് നമ്മൾ ആരുടെ പേരിൽ നടപടി എടുക്കണം, എങ്ങനെ നടപടി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബന്ധപ്പെട്ട വകുപ്പ് മുഖാന്തരം എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അവിടെയും നമ്മൾ നേരത്തെ ആർബിട്രേഷൻ പറഞ്ഞതുപോലെ തന്നെ എക്സിക്യൂഷൻ വിധേയ നടപടികളുണ്ട്, നമ്മൾ ഫയൽ ചെയ്യപ്പെടുന്നു. ആ ഫയൽ ചെയ്യപ്പെടുമ്പോൾ അവിടെ ഇത് ക്രമപ്രകാരമാണോ എന്ന് പരിശോധിക്കും. ഈ അവാർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ഇതിന്റെ എക്സിക്യൂഷൻ വേണ്ട ഫീസ് അടച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് അവിടെയും ഒരു ഉദ്യോഗസ്ഥൻ നമ്മൾ ചുമതലപ്പെടുത്തും. അത് ഇപ്പോൾ സെയിൽ ഓഫീസറോ ബന്ധപ്പെട്ട കസ്റ്റമറോ അല്ലെങ്കിൽ എയർ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ മറ്റ് അതിന് അർഹതയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥരായിരിക്കും നമ്മൾ ചുമതലപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും നമ്മൾ നമ്മുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥന് ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്സിക്യൂഷൻ രജിസ്റ്ററിലേക്ക് ഇത് നമ്പറിട്ട് ചേർക്കും. നമ്പറിട്ട് ചേർക്കുമ്പോൾ ഇത് ക്രമപ്രകാരമാണെങ്കിൽ നമ്പറിട്ട് ചേർത്ത ദിവസം നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഫസ്റ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നു. ഈ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുന്ന വിഷയം, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വകുപ്പ് 75, 76, 77, 78, 29 ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ഫയൽ ചെയ്യുന്നു. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ നടപടിക്രമം എന്ന് പറയുന്നത് ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു. ഈ ഉദ്യോഗസ്ഥന് ബന്ധപ്പെട്ട രജിസ്റ്റർ രേഖപ്പെടുത്തുന്നു. രേഖപ്പെടുത്തിയ ശേഷം കൂടെ ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഡിമാൻഡ് നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. ഡിമാൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് 2 രീതിയിൽ കാണാറുണ്ട്. നമുക്കൊന്ന് അവാർഡ് പടി, അതായത് ഇന്ന ബാങ്കിന് ഇന്ന ഓഫീസിൽ ലഭിച്ച ഇത്ര നമ്പർ അവാർഡ് പടി ഇത്ര രൂപ നിങ്ങൾ കൊടുക്കാനുള്ളതായി കാണുന്നു. അതിനകത്ത് ഇത്ര ദിവസത്തിലും നിങ്ങൾ അടയ്ക്കണമെന്ന് പറഞ്ഞതാണ് ഫസ്റ്റ് നോട്ടീസ്, അതായത് ഡിമാൻഡ് നോട്ടീസ് നമ്മൾ 4 നമ്പർ 1 നമ്മൾ കൊടുക്കുന്നത്. ഡിമാൻഡ് നോട്ടീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് നമ്മൾ 30 ദിവസം അവരുടെ അതിന്റെ കാലാവധി ഉണ്ട്. 30 ദിവസത്തിൽ നിങ്ങൾ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് നോട്ടീസ് കൊടുക്കുന്നത്. ഫസ്റ്റ് നോട്ടീസ് കൊടുക്കുന്നു. അപ്പോൾ ഡിമാൻഡ് നോട്ടീസ് നമ്മൾ ഈ പാർട്ടിക്ക് കൊടുക്കുന്നു. അതോടൊപ്പം അതിന്റെ പകർപ്പ് നമ്മൾ ഒപ്പിട്ട് തിരികെ വാങ്ങുന്നു. ഇവിടെയും നമ്മൾ ആർബിട്രേഷൻ സമയത്ത് സമൻസ് കൊടുക്കുമ്പോഴുണ്ടാവുന്ന നടപടിക്രമങ്ങൾ ഇവിടെയും ഈ നോട്ടീസ് സമയത്ത് നമ്മൾ പാലിക്കണം. അതോടൊപ്പം തിരിച്ച് പറഞ്ഞാൽ അവിടെ ഉണ്ടായ അതേ ബുദ്ധിമുട്ടുകൾ ഈ നോട്ടീസ് കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവിടെ നമ്മൾ ഈ നോട്ടീസ് അവിടെ നമ്മൾ സമൻസ് കൊടുക്കാൻ നേരം എന്തൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചോ അതേ നടപടിക്രമങ്ങൾ ഇവിടെ നമുക്ക് നേരിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അല്ലെങ്കിൽ പലിശ നടത്താം. പലിശ നടത്തുമ്പോൾ നേരിട്ട് നമ്മൾ പറഞ്ഞ അതേ മാനദണ്ഡങ്ങൾ തന്നെ ഇവിടെയും പാലിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നു. ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവരുടെ ബാങ്ക് സമർപ്പിക്കുന്ന വിധി നടത്ത അപേക്ഷയിൽ സ്ഥാവര വ്യക്തിയാണോ ജംഗമ വ്യക്തിയാണോ എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരിക്കും. ഇനി സ്ഥാവര വസ്തുവാണെങ്കിൽ അതിനകത്ത് എല്ലാ സമയപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കളുടെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ സംഭവങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഫയൽ ചെയ്യുകയും ആ ഫയൽ സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഈ എക്സിക്യൂഷൻ ഫയൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് റൂൾ 74(2) പ്രകാരം ഈ അപേക്ഷ എന്ന് പറയുന്ന കൃത്യമായ മാതൃകയിലായിരിക്കണം. അതിനകത്തും നമ്മൾ നേരത്തെ പറയുന്ന സ്റ്റാമ്പ് ആക്ട് പ്രകാരം നമ്മൾ സ്റ്റാമ്പ് കൊടുത്തിരിക്കണം. അവാർഡിന്റെ അസലുണ്ടായിരിക്കണം. അതിന്റെ കഴിവതും നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ എക്സിക്യൂഷൻ ഫയൽ ഓഫീസിൽ ഫയൽ ചെയ്യുമ്പോൾ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഓഫീസിലെ എക്സിക്യൂഷൻ ഫയൽ ചെയ്യുമ്പോൾ ബാധ്യത സർട്ടിഫിക്കറ്റ് കൊടുക്കാവൂ. നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എക്സിക്യൂഷൻ ഫയൽ ചെയ്യുമ്പോൾ ബാധ്യത സർട്ടിഫിക്കറ്റ് കൂടി ഉൾപ്പെടുത്തി കൊടുത്താൽ നല്ലതായിരിക്കും. മറ്റ് അറ്റാച്ച്മെന്റുകളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ഇതുകൂടി ഉൾപ്പെടുത്താൻ നല്ലതായിരിക്കും. പിന്നെ ഇത് 12 വർഷം കഴിഞ്ഞിട്ടുള്ളതാണോ വലിയ മൊത്തം ബന്ധപ്പെട്ട പരിശോധിക്കും. അത് ബാധിതാണെങ്കിൽ മാത്രമേ സ്വീകരിക്കൂ. അത് വേറെ. പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള ചെലാനാണ്. ചെലാന അടച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പരിശോധിക്കണം. ഉദ്യോഗസ്ഥന നിലയിൽ ചെലാൻ അടച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഈ നമ്മൾ അവാർഡ് കയറ്റ നിയമാനുസൃതമായി കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം.
ഇത് ജംഗമ ജപ്തിയാണോ അതോ സ്ഥാപന ജപ്തിയാണോ അത് രണ്ടും കൂടിയാണെന്നുള്ള കാര്യം അപേക്ഷയിൽ പറഞ്ഞിരിക്കും. ആ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ എപ്രകാരമാണ് ഇത് നടപ്പാക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. അതോടൊപ്പം ചെയ്യുന്ന ഈ വസ്തു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ്, നമ്മുടെ പ്രതിയുടെ അഡ്രസ്സ്, അതായത് ഇത് കടക്കാരന്റെ അഡ്രസ്സ്, ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കും. ഇനി ഇയാൾ മരണപ്പെട്ടിട്ടുണ്ട്, അതായത് നമ്മൾ അവാർഡ് അയച്ചതിന് ശേഷം ഇയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ക്രമപ്രകാരം അയാൾ മരണപ്പെട്ടുള്ള തെളിവെന്തെങ്കിലും ബന്ധപ്പെട്ട വാദി ബാങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ അയാളുടെ അവകാശികളെ തീർത്തിട്ടാണോ ഇത് പ്രത്യേകം അപേക്ഷ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ ഇങ്ങനെ ഈ വിധി കടക്കാരൻ മരണപ്പെട്ടു പോയിട്ട് അയാളുടെ നിയമപരമായ അവകാശികളെ കക്ഷി ചേർക്കുന്നുള്ള അപേക്ഷ സംഘം പ്രത്യേകം വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ അവകാശികൾക്ക് കൃത്യമായി ഇപ്രകാരം ഒരു കുടിശ്ശികയുള്ള വിവരം അവകാശികളെ ബാങ്ക് അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ ഇതോടൊപ്പം ഉള്ളടക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ചില കേസിൽ ഒരു നോട്ടീസ് നൽകാതെ അവകാശികൾ ഉൾപ്പെടുത്തി കൊണ്ടുവരും. അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. അവർക്ക് നോട്ടീസ് നൽകിയ ശേഷം മാത്രം എക്സിക്യൂഷൻ ഫയൽ ചെയ്യുന്നതിന് സ്വീകരിക്കാൻ മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് നൽകാൻ നിർദ്ദേശം നൽകുകയുണ്ട്, ഫയല് നിലനിർത്തുകയോ അല്ലെങ്കിൽ നമ്മൾ മടക്കി നൽകുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നടത്തും നമ്മളെ സംബന്ധിച്ച് ഇത് നടത്താനുള്ള അപേക്ഷ നമ്മുടെ എയർ ഓഫീസിൽ അതിന് ബന്ധപ്പെട്ട നമ്മുടെ രജിസ്ട്രാർ ഓഫീസിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫയൽ നമുക്ക് കൈമാറി തരുമ്പോൾ നമ്മൾ അവിടെ 2 സർക്കുലർ 50/77, 12/2077, 12/2077 ഈ 2 സർക്കുലറുകൾ നമ്മൾ നോക്കണം. ഈ 2 സർക്കുലറിനകത്ത് ഈ ഇറ്റിറേച്ചർ ചേർത്ത് ചെയ്യേണ്ട തുടർ നടപടികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നടത്തപേക്ഷ ഓഫീസിൽ കിട്ടിക്കഴിഞ്ഞാൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങൾ ഈ 2 സർക്കിൾ 50/2077 അതോടൊപ്പം തന്നെ 12/77 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നടപടികൾ പാലിച്ചു വേണം നമ്മൾ ബാക്കിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ. ഇനി ഇപ്രകാരം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ നോട്ടീസ് നൽകി ഈ എക്സിക്യൂഷൻ ഫയൽ ചെയ്തു, നമ്മളെ ചുമതലപ്പെടുത്തി വന്നു കഴിഞ്ഞാൽ നമ്മളതിന് എക്സിക്യൂഷൻ ഡയറി അല്ലെങ്കിൽ നോട്ട് ഫയൽ പ്രകാരം ഓരോ ഫയലിനും നമ്മളെ ഏത് ചെറിയ പ്രകാരം നമുക്ക് ചെയ്ത് തന്നു. നമ്മൾ അതിനകത്ത് ഓരോന്ന് സ്റ്റെപ്പിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുന്നുള്ളത് ഒരു എക്സിക്യൂഷൻ ഡയറി അല്ലെങ്കിൽ നോട്ട് ഫയൽ അതിനകത്ത് ആരംഭിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, വിധി കടക്കാരൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ അവകാശികളെ ചേർത്ത് കേസ് ഫയൽ ചെയ്താണ് ഇവർ തരുന്നതെങ്കിൽ ഇപ്രകാരം അവകാശികളെ ചേർക്കാനുള്ള അപേക്ഷ ബാങ്ക് വെച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ അപേക്ഷയിൽ ബന്ധപ്പെട്ട അവകാശികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ആ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉറപ്പുവരുത്തണം. നോട്ടീസ് നൽകിയിട്ടുണ്ടോ, അതുപോലെ ആ നോട്ടീസിന് 30 ദിവസമെങ്കിലും ഇതിനും കാലാവധി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അത് നമ്മൾ ഇപ്രകാരം ഈ വിധി കടക്കാരുടെ സ്ഥാനസ്ഥലത്ത് നമ്മൾ ഈ നോട്ടീസ് നൽകുമ്പോൾ അതിനകത്ത് നമ്മുടെ ചട്ടം 74(3) അത് നമ്മൾ ഓർത്തിരിക്കണം. അതനുസരിച്ച് വേണം ഇതിനകത്ത് ചെയ്യാൻ. ഇതിനടുത്ത പ്രകാരം ഈ ചെലവുകൾ സഹിതം 30 ദിവസത്തിനകം അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നോട്ടീസ് നൽകുന്നത്. ആ നോട്ടീസ് നൽകുമ്പോൾ അതിന് 30 ദിവസം നമ്മൾ സമയം കൊടുക്കണം. ആ സമയം കൊടുത്ത് ഈ നമ്മുടെ അവാർഡിൽ പറഞ്ഞിരിക്കുന്ന തുക പിന്നീടുണ്ടായിട്ടുള്ളത് എന്തെങ്കിലും പലിശ മറ്റു ചെലവുകൾ ഇതെല്ലാം കൂടി അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിമാൻഡ് നോട്ടീസ് നൽകുന്നത്. നമ്മൾ ഫോറം നമ്പർ 1. ഇനി ഇയാളെ സംബന്ധിച്ച് നമ്മൾ ലഭ്യമായ അവസാനത്തെ മേലുലാസ്തിയായിട്ട് തരുന്നത് എല്ലാ കേസിലും നമ്മളെ സംബന്ധിച്ച് പൂർണ്ണമായ നിലവിലുള്ള മേലുലാസ്തി തരണമെന്നില്ല. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് നമുക്ക് തരുന്നത് അവരുടെ കൈവശമുള്ള അവകാശമായിരിക്കും. അപ്പം അങ്ങനെ തരുന്നിടത്താണെങ്കിൽ ഒന്നുകിൽ അയാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷെ ഈ അയാൾ താമസിക്കുന്ന സ്ഥലം അവിടെയുണ്ട്, അല്ലെങ്കിൽ അവിടെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പതിച്ച് നടത്തുകയോ അതല്ലെങ്കിൽ അവിടെ നമുക്ക് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് രഹസ്യ തപാൽ മുഖാന്തരം അയക്കുകയോ ചെയ്യാം. ഇത് മുമ്പേ പറഞ്ഞൊരു കേസ്, വിധി കടക്കാരൻ വിദേശത്താണെങ്കിൽ എംബസി മുഖാന്തരം നമുക്ക് നോട്ടീസ് നടത്താം. പക്ഷെ എംബസി മുഖാന്തരം നോട്ടീസ് അല്ലെങ്കിൽ അയാളുടെ മേൽവിലാസം അല്ലെങ്കിൽ അയാളെ കോൺടാക്ട് ചെയ്യാനുള്ള വേറെ നമുക്ക് അറിയണം. ഇനി പാസ്പോർട്ട് നമ്പറെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അയാളുടെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ കഴിയും. ഇപ്രകാരം നമുക്ക് ചെയ്യാം. ഇതൊന്നും നടന്നില്ലെങ്കിൽ, ഈ ഒരു രീതിയിൽ നോട്ടീസ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ മാർഗമാണ് പത്രപരസ്യം മുഖാന്തരം ഡിമാൻഡ് നോട്ടീസ് നടത്തുക. അത് ഏറ്റവും അവസാനത്തെ മാതൃകമായിട്ട് മാറ്റിയാവും. നേരിട്ട് കൊടുക്കാൻ നമ്മൾ ദേശീയ വ്യവഹാരം നടന്നില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നോട്ടീസ് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ കൊടുക്കണം. ഇതൊന്നും കൊണ്ട് കഴിയാമെങ്കിൽ മാത്രമേ നമ്മൾ ഡിമാൻഡ് നോട്ടീസ് പത്രപരസ്യം മുഖാന്തരം നമ്മൾ സെർവ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാവൂ. ഇനി നമ്മൾ അങ്ങനെ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത്
ഈ സെയിൽ ഓഫീസർ മുമ്പാകെ എല്ലാ കേസിലും സംഭവിക്കണമെന്നില്ല, വളരെ അപൂർവം കേസിൽ മാത്രം നമ്മൾ നോട്ടീസ് കൊടുക്കും, ചിലരൊക്കെ പൈസ തരും. പൈസ തരികയാണെങ്കിൽ സെയിൽ ഓഫീസർ മുമ്പാകെ തരികയാണെങ്കിൽ സെയിൽ ഓഫീസർക്ക് നമുക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള രസീതുണ്ട്. ആ രസീതിൽ പൈസ വാങ്ങണം. പൈസ വാങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ഇത് എക്സിക്യൂട്ടീവ് സസ്പെൻസ് അക്കൗണ്ടിൽ ഒടുക്കി നമ്മുടെ ക്യാഷ് ബുക്കിൽ അതിന്റെ കൗണ്ടർ ഫോയിൽ പതിച്ചു വെക്കണം. ഇതും സർക്കുലർ 24/94 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 24/94 പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെയിൽ ഓഫീസർ മുമ്പാകെ ഏതെങ്കിലും ഒരു കക്ഷി അല്ലെങ്കിൽ നമ്മളെ കുടിശ്ശികക്കാരൻ നമ്മൾ എക്സിക്യൂട്ടീവ് നടപടി നടത്തിയവരെ തന്നാൽ ആ പൈസ തരുന്ന സമയത്ത് നമ്മൾ ആ പൈസ വാങ്ങുകയും ആ പൈസ വാങ്ങിയതിനു ശേഷം നമുക്ക് സർക്കാർ തന്നിരിക്കുന്ന രസീതിൽ ചേർക്കുകയും ആ പൈസ അന്ന് തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി രാവിലെ നമ്മൾ ആ പൈസ ഒടുക്കി ആ റെസിപ്റ്റിന്റെ കൗണ്ടർ ഫോയിൽ കൃത്യമായി നമ്മളുടെ റെസിപ്റ്റ് ബുക്കിൽ ചേർത്ത് വെക്കേണ്ടതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് 24/94 സർക്കുലറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ പണം രേഖപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പണം വാങ്ങുമ്പോൾ നമ്മൾ അതിന്റെ ഡിസ്മെറ്റ് ഉൾപ്പെടെ എഴുതണമെന്ന് ഏത് ഇനത്തിലാണ് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഒപ്പം നമ്മൾ റെസിപ്റ്റ് കൊടുക്കുമ്പോൾ അയാളെ കൊണ്ട് ആ റെസിപ്റ്റിന്റെ നമ്മുടെ ഭാഗത്ത്, അയാൾ കൊടുക്കുന്ന റെസിപ്റ്റില്ല നമ്മളുടെ ഭാഗത്ത്, കൗണ്ടർഫോയിൽ ഭാഗത്ത് അയാളെ കൊണ്ട് ഒപ്പിടിച്ച് മേടിക്കണമെന്നും പറഞ്ഞ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ഈ ഒടുക്കുന്ന തുക പൂർണ്ണമായും തുക എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഫയൽ നടപടികൾ അവസാനിപ്പിക്കാം. അവസാനിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ തുടർ നടപടികളിലേക്ക് പോകും. ഇനി ഈ പറഞ്ഞ വലിയൊരു തുകയാണ് നമ്മൾ നോട്ടീസ് കൊടുക്കും. സ്വാഭാവികമായിട്ടും നല്ലൊരു ചെറിയ തുക അടയ്ക്കുന്നു. അതല്ലെങ്കിൽ ഒരു ന്യായമായ ഒരു 25% അതിനുള്ള തുക അടച്ചിട്ട് സമയം ആവശ്യപ്പെട്ടാൽ സെയിൽ ഓഫീസർക്ക് സമയം അനുവദിക്കാവുന്നതാണ്. ഇത്തരം കേസുകളിൽ ഒരു യുക്തമായ സമയം അയാൾക്ക് അനുവദിച്ച് നൽകാവുന്നതാണ്. അങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ ഈ പറയുന്ന ഈ രസീത് ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർ നിർബന്ധമായിട്ടും പണം റെസീറ്റ് ഉപയോഗിച്ച് വാങ്ങുകയും തൊട്ടടുത്ത അന്നോ തൊട്ടടുത്ത ഓഫീസിനോ ബന്ധപ്പെട്ട ബാങ്കിൽ അടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായാൽ തൊട്ടടുത്ത നമ്മളുടെ കോൺഫറൻസിൽ സംബന്ധിച്ചുള്ള കൃത്യമായി കണക്കെഴുതി നമ്മൾ സൂക്ഷിക്കുകയും അത് ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ അത് പ്രസന്റ് ചെയ്യുകയും വേണം. പിന്നീട് ഉണ്ടാകുന്ന തർക്കങ്ങളോ പരാതികളൊക്കെ ഒഴിവാക്കാതെ അതാത് മാസങ്ങളിൽ അത് ബന്ധപ്പെടുത്തി പോകുന്നത് നല്ലതായിരിക്കും. അപ്പം പ്രാഥമികമായിട്ട് നമ്മൾ നോട്ടീസ് നൽകുമ്പോൾ നമ്മൾ 1ാം സ്റ്റെപ്പ് ആവുന്നത് ബാങ്ക് ഫയൽ ചെയ്യുന്നു. ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോറം നമ്പർ 1 നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം നമ്മൾ പറഞ്ഞു. നോട്ടീസ് എങ്ങനെ സെർവ് ചെയ്യണം, പിന്നെ പൈസ നടത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ആളെ വിദേശത്താണെങ്കിൽ നമുക്ക് എംബസി മുഖാന്തരം നടത്താം. ഇതൊന്നും നടന്നില്ലെങ്കിൽ ഏറ്റവും അവസാന മാർഗം എന്ന നിലയിൽ നമുക്ക് പത്രപരസ്യം നടത്തി ചെയ്യാവുന്നതാണ്. പത്രപരസ്യം നടത്തി നമുക്ക് നോട്ടീസ് സെർവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ 2ആയിട്ട് തരംതിരിച്ച് കാര്യങ്ങൾ പറയണം. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ സ്ഥാവര വസ്തുവിന്റെ ലേല സംബന്ധം. സ്ഥാവര വസ്തുവിന്റെ ലേലം എന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നമ്പർ 1 നമ്മുടെ സ്വിച്ച് ചെയ്തു. തീരുമാനം സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ച് പിന്നീട് 30 ദിവസം കഴിഞ്ഞതിന് ശേഷവും ഇവർ അടയ്ക്കാനുള്ള പൈസ അടയ്ക്കുന്നു. ഇടയ്ക്ക് നമ്മൾ വീണ്ടും വിസിറ്റുകൾ ഉണ്ടാവും. നമ്മൾ തൊട്ടടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഫോറം നമ്പർ 6 ആണ്. എന്നാൽ സ്ഥാവര വസ്തു ലേലവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ജന്മത്തിന്റെ കാര്യം വന്നിട്ടുണ്ട് സ്ഥാപനം. നമ്മൾ ഫോറം നമ്പർ 1 നോട്ടീസ് കൊടുത്ത് 30 സമയം കൊടുത്ത് വിശദീകരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എത്തി നടപടികൾക്ക് മുമ്പായി ബാക്കി ചോദിക്കുന്ന അറിയിപ്പാണ് ഫോറം നമ്പർ 6. ഫോറം നമ്പർ 6ൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പണയപ്പെടുത്തിയിരിക്കുന്ന വസ്തു അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏത് വസ്തുവിലാണ് നമ്മൾ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ആ വസ്തുവിവരം ഉൾപ്പെടുത്തി ബാക്കി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരു കടക്കാരന് നൽകുന്ന ഫോറമാണ് ഫോറം നമ്പർ 6. ഈ ഫോറം നമ്പർ 6ൽ നമ്മൾ കൃത്യമായി നോട്ടീസ് നമ്മൾ നൽകുന്നു. അതിനകത്ത് ഫോറം നമ്പർ 6ൽ നോട്ടീസ് കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ട് ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ആ ഫോറം നമ്പർ 6ൽ നോട്ടീസ് കൊടുക്കുമ്പോൾ അതിൽ ബന്ധപ്പെട്ട വസ്തു വിവരം, അതായത് നമ്മളുടെ ഗഹാനിലോ അല്ലെങ്കിൽ പണപ്പെടുത്തിയ പ്രമാണത്തിലോ ഗഹാനിലോ നമ്മൾ നേരത്തെ കൊടുത്ത അവാർഡിലും പറഞ്ഞിരിക്കുന്ന ഈ വസ്തു വിവരങ്ങൾ നമ്മൾ പരിശോധിക്കണം. അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടെത്തിയതിനു ശേഷം അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഫോറം നമ്പർ 6ൽ നോട്ടീസ് കൊടുക്കാവൂ. കാര്യം പ്രമാണം നടത്തുന്ന സമയത്ത് ഒന്നായിരിക്കും എഴുതിയായിരിക്കണമെന്നില്ല, ഒരുപക്ഷെ ഗഹാനം തന്നിരിക്കും. അതോടൊപ്പം തന്നെ അത് സർവേ നമ്പറും റീസർവേ നമ്പറും വ്യത്യാസം വരാം.
സർവേ നമ്പർ കഴിഞ്ഞ റീസർവ് വരുമ്പോൾ സ്വാഭാവികം നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഈ എക്സിക്യൂഷന്റെ ആദ്യ പടിയിൽ തന്നെ അതിന്റെ ബാധ്യത സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പുതുക്കിയ കടമടച്ച് രജിസ്റ്ററോ ബാങ്ക് മുഖാന്തരം എടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടും. ഈ 4 നമ്പർ 6 നമ്മൾ നോട്ടീസ് കൊടുക്കുന്നു. അതിനകത്ത് നമ്മൾ പറയും ആ വസ്തുവിന്റെ വിവരങ്ങൾ പറയും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നമ്മൾ 4 നമ്പർ 6 കൊടുക്കുന്ന നോട്ടീസിന് കൃത്യമായി 30 ദിവസം സമയം കൊടുക്കണം. അതായത് ജപ്തി നടപടികൾക്ക് മുമ്പായി ബാക്കി ചോദിക്കുന്ന അറിയിപ്പാണ് 4 നമ്പർ 6 നോട്ടീസ്. അപ്പൊ നമ്മൾ അങ്ങനെ 4 നമ്പർ 6 നോട്ടീസ് കൊടുക്കുന്നു. 4 നമ്പർ 6 നോട്ടീസ് കൊടുക്കുമ്പോൾ ആ നോട്ടീസിന് നമ്മൾ 30 ദിവസത്തെ കാലാവധിയുണ്ട്. ആ 30 ദിവസത്തെ കാലാവധിക്കുള്ളിൽ പൈസ അടയ്ക്കാം. അതിനകത്ത് ആ പൈസ അടച്ചില്ലെങ്കിൽ ഓൺ പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആ വസ്തു ജപ്തി ചെയ്ത് വിൽക്കുന്നതാണെന്നുള്ള വിവരം ചേർത്തിട്ടാണ് ആ ബന്ധപ്പെട്ട വസ്തുവിന്റെ വിവരം കൂടി ചേർത്തിട്ടാണ് 4 നമ്പർ 6 നോട്ടീസ് കൊടുക്കുന്നത്. അപ്പം അതിന് 30 ദിവസം കൂടി ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഫീൽഡ് ഓഫീസർക്ക് ബാങ്കിന് പണയപ്പെടുത്താത്ത വസ്തു ഇന്നൽ നടപടി എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷെ കൃത്യമായി 4 നമ്പർ 6 മുതലുള്ള നടപടികൾ ഈ ഏത് വസ്തുവിന്മേലാണോ ഫീൽഡ് ഓഫീസർ നടപടി ഉദ്ദേശിക്കുന്നത് ആ വസ്തുവിന്റെ വിവരങ്ങൾ ചേർത്ത് നൽകണം. നമ്മൾ ഒരു അഡീഷണൽ വസ്തു എടുക്കുമ്പോൾ പണയപ്പെടുത്തിയിരിക്കുന്ന വസ്തു നമുക്ക് ഒഴിവാക്കി എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുവിന്റെ വിവരം കൂടി നമ്മൾ എടുത്തു എന്നുള്ളതും കൂടി ഇതിനകത്ത് കാണിക്കണം. അങ്ങനെ കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത വസ്തു എടുക്കാവൂ. കാര്യം ഈ നിന്നിരിക്കുന്ന വസ്തു ഒരുപക്ഷെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു വിഷയം അതിനകത്തുണ്ട്, മാർക്കറ്റ് വാല്യൂ കുറവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അയാളുടെ മറ്റൊരു വസ്തു കൂടി അയാളുടെ ഉടമസ്ഥയിലുള്ള മറ്റു വസ്തു കൂടി ഏർപ്പെടുത്താൻ പറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ 4 നമ്പർ 6 മുതലുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ഏത് വസ്തുവിന്മേലാണോ നടപടി എടുക്കുന്നത് ആ വസ്തുവിന്മേലുള്ള നടപടികൾ ചേർത്ത് ആ 4 നമ്പർ 6 നോട്ടീസിനകത്ത് ആ വസ്തുവിനെ ഉൾപ്പെടുത്തി വേണം നടപടികളെടുക്കാൻ. പിന്നീട് നമ്മൾ 7 അടുത്ത ഈ 30 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും അയാൾ പൈസ അടയ്ക്കാതിരിച്ചാൽ വേണം നമുക്ക് 4 നമ്പർ 7 കൊടുത്ത് വസ്തു നമുക്ക് അറ്റാച്ച് ചെയ്യാം. വസ്തു അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം കൊടുക്കും, നമ്മൾ ആ വസ്തു അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം ആ സമയത്തിൽ അടയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ വസ്തു 4 നമ്പർ 7 കൊടുക്കുന്നു. 4 നമ്പർ 7 കൊടുത്തതിന് ശേഷം അതിന്റെ പകർപ്പ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലും സബ് രജിസ്ട്രാർ ഓഫീസിലും കൊടുക്കണം. 4 നമ്പർ 7 സെയിൽ ഓഫീസർ നോട്ടീസ് കൊടുത്താൽ സബ് രജിസ്ട്രാർ അവരുടെ ഓഡിയോ പുസ്തകം 1 നമ്പർ പുസ്തകത്തിൽ അതിന് സംബന്ധിച്ച് രേഖപ്പെടുത്തലുകൾ ഉണ്ടാവും. അങ്ങനെ രേഖപ്പെടുത്തലുകൾ വന്നാൽ പിന്നീട് ഈ അതേപോലെ തന്നെ ഈ വായ്പ അവസാനിച്ചു എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകാതെ ഒരിക്കലും ആ ബാധ്യത അതിൽ നിന്ന് അവർ ആ എൻട്രി ഡിലീറ്റ് ചെയ്യിക്കും. അതുകൊണ്ട് 4 നമ്പർ 7 കൊടുത്ത് വസ്തു അറ്റാച്ച് ചെയ്യുന്നതിന് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് കുറെ വായ്പകളൊക്കെ പ്രായോഗികമായിട്ട് നമ്മൾ പുതുക്കി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പുതുക്കി പോകുന്ന സാഹചര്യം, അങ്ങനെ പുതുക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നമ്മൾ പിന്നീട് പുതിയ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാൻ ചെന്നാൽ 4 നമ്പർ 7 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണത്താൽ ഒരു ബാധ്യത സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്താൽ രേഖപ്പെടുത്തൽ കാണിക്കും. അതൊരു പക്ഷേ നമ്മൾ ലീഗലിന് രണ്ടാമത് കൊടുക്കുന്നതിനൊക്കെ ലീഗൽ കൊടുക്കുകയാണെങ്കിൽ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടില്ല, അതല്ലെങ്കിൽ കിട്ടിയാൽ രേഖപ്പെടുത്തുകയുണ്ടാവില്ല. അതുകൊണ്ട് പ്രായോഗികമായുള്ള ഒരു സംഭവം ഏതെങ്കിലും കാരണത്തിന് ഇപ്പോൾ പലിശ അടയ്ക്കുകയാണെങ്കിൽ പലിശയും കുറെ മുതലും അടച്ചതിന് ശേഷം അവർ നമ്മൾ വായ്പ റെഗുലർ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ അത് 4 നമ്പർ 7 ഒരു കാരണവശാലും നൽകരുത്. നൽകിയ 4 നമ്പർ 6 കൊടുത്ത് 7 കൊടുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് 6 കൊടുത്ത് 30 വർഷത്തോളം നമ്മൾ ലേല നടപടികളിലേക്ക് പോകാം. ലേല നടപടികളിലേക്ക് പോകുമ്പോൾ നമ്മൾ ലേല നോട്ടീസ് വിൽക്കണം. ആ ലേല നോട്ടീസിന് കൃത്യമായ 30 ദിവസത്തെ സമയം കൊടുത്തിരിക്കണം. 30 ദിവസത്തെ സമയം കൊടുക്കണം. ഈ വസ്തു ഉടമയ്ക്കും വായ്പക്കാരനും രണ്ടുപേരും രണ്ടായിട്ടായി മറ്റ് അവകാശമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് പ്രകാരം മറ്റെന്തെങ്കിലും അറ്റാച്ച്മെന്റ് മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട കക്ഷികൾക്കും നമ്മൾ ലേലം സംബന്ധിച്ച നോട്ടീസ് നൽകിയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലേല നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് ലേലം നടത്തുന്നത്, എപ്പോഴാണ് അതിന്റെ സമയം എപ്പോഴാണ്, എവിടെ വെച്ചിട്ടാണ് നമ്മൾ ലേലം തുടങ്ങിയ വിവരങ്ങളെല്ലാം അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യങ്ങൾ ഓർക്കണം, വിൽപ്പന സ്ഥലം, അതായത് നമ്മൾ എല്ലായ്പ്പോഴും വിൽപ്പന സ്ഥലം മിക്കവാറും ബാങ്കിന്റെ ഓഫീസാണ് കാണിച്ചത്. അവിടെ നമ്മുടെ ചട്ട 81 കൂടി പരിശോധിച്ചിട്ട് നമ്മൾ ചെയ്യണം. വിൽപ്പന സ്ഥലം എന്ന് പറഞ്ഞ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യം, വസ്തു സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഏതാണോ ആ വില്ലേജിൽ വില്ലേജ് ഓഫീസല്ല,
ആ വില്ലേജിൽ വെച്ച് ഇല്ലെങ്കിൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതുസ്ഥലത്ത് വെച്ച് മാത്രമേ ലേലം നടത്താവൂ. മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ലേലം നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട വസ്തു സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസറുടെ റിസപ്റ്റ് വെക്കാൻ വില്ലേജ് ഓഫീസറുടെ വില്ലേജോ അല്ലെങ്കിൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പൊതു സ്ഥലവുമായിരിക്കണം. ലേല നോട്ടീസ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിൽ കൊടുക്കണം, ബന്ധപ്പെട്ട സബ് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കണം. പിന്നീട് ഈ പറയുന്ന നമ്മുടെ അസിസ്റ്റന്റ് ജനറൽ ഓഫീസ്, ഓഡിറ്റ് ഓഫീസ്, അങ്ങനെ താലൂക്ക് ഓഫീസ് തുടങ്ങിയിട്ടുള്ള ഓഫീസുകളെല്ലാം ഈ ലേലം സംബന്ധിച്ച അറിയിപ്പുകൾ കൊടുക്കുകയും ഇവിടെ എല്ലാം തന്നെ ലേല നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കുകയും ചെയ്യണം. സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇതിന്റെ കൺഫർമേഷനുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇത് അതിനകത്തൊരു ഇനമാണ്. ഈ നോട്ടീസ് നിങ്ങൾ എങ്ങനെ പ്രസിദ്ധീകരിച്ചു, എവിടെയൊക്കെയാണ് പ്രസിദ്ധീകരിച്ചത്, ഏത് രീതിയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതിന്റെ ഒരു തെളിവ് നമ്മുടെ കയ്യിൽ വാങ്ങി വെക്കണം. അപ്പോൾ ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, ബാങ്ക് ഓഫീസുകൾ, അതിന്റെ ശാഖകളുണ്ടെങ്കിൽ ആ ഓഫീസ്, അതിന്റെ ശാഖകളുടെ ഇവിടെ എല്ലാം ഈ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതിന്റെ തെളിവ് വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ പിന്നീട് ലേല നടപടികൾ നടത്തി കൺഫർമേഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇത് അതിലൊരു ഇനമായിട്ട് തന്നെ ചോദിക്കും. നോട്ടീസ് നിങ്ങൾ എപ്രകാരം പ്രസിദ്ധീകരിച്ചു, എന്ന് പ്രസിദ്ധീകരിച്ചു, എവിടെയാണ് പ്രസിദ്ധീകരിച്ചത്, അതിന്റെ തെളിവ് നമ്മൾ നിർബന്ധമായിട്ടും വാങ്ങി വെക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ലേല നോട്ടീസ് കൊടുത്തു. വ്യക്തമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നത്, ഈ ലേല നോട്ടീസ് പറയുന്നത് 30 ദിവസം സമയം നൽകണം. ലേല നോട്ടീസിന് നമ്മൾ 30 സമയം നൽകുന്നു. 30 സമയം നൽകിയതിനു ശേഷം ലേല നോട്ടീസ് സ്വീകരിക്കാവും. ബാക്ക് ഡേറ്റ് നോട്ടീസ് കൊടുക്കുന്ന പ്രവണത ഒഴിവാക്കണം. ഒരു ലേലം ഒരു ദിവസം അങ്ങോട്ട് നീങ്ങാനും വേണ്ടില്ല, സമയം നമ്മൾ അനുവദിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. ലേല നോട്ടീസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ തുക അടച്ചതിന് ശേഷം വായ്പക്കാരൻ നമ്മളോട് സമയം ആവശ്യപ്പെടും. രജിസ്റ്ററുകളായ ഒരു ആവശ്യമാണെങ്കിൽ ചിലർക്ക് സമയം അനുവദിക്കാം. അത് ഒരു ചെറിയ തുക വെച്ചാൽ ഇപ്പൊ 10 ലക്ഷം രൂപ തരാനുള്ള ആള് 10,000 രൂപയും കൊണ്ട് വന്നാൽ ചിലർക്ക് റിസ്ട്രിക്ഷനാണ്. എന്നാലും ഒരു ശരാശരി മാന്യമായ ഒരു തുക നൽകി അപേക്ഷ നൽകുന്ന വർഷം തൊഴിലുറപ്പ് വേണമെങ്കിൽ ലേലം മാറ്റിവെക്കാം. അതല്ലെങ്കിൽ ലേല നടപടികളുമായി മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ നോട്ടീസ് എല്ലാം കൃത്യമായി സെർവ് ചെയ്ത് ലേലത്തിന് സ്ഥലം നിശ്ചയിച്ച്, തീയതി നിശ്ചയിച്ച്, സമയം നിശ്ചയിച്ച് അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ 8-9 അനുസരിച്ച് 8-9 അനുസരിച്ച് നമ്മൾ ലേല നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നത്. ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് കൃത്യമായ സമയം കൊടുത്തു. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വസ്തു വളർന്നു, അതായത് വീട് വസ്തു എന്തെങ്കിലും പ്രശ്നം വന്നാലും എന്തെങ്കിലും വഴി വന്നു അല്ലെങ്കിൽ റോഡ് വന്നു, അങ്ങനെ വസ്തുവിനകത്ത് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, അളവിൽ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന വർഷം വസ്തു വളർന്ന് രക്ഷപ്പെടുത്താം. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം, വീട് നിന്നിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും നമുക്ക് ഏറ്റെടുത്ത് ലേലം ചെയ്യണമെന്നില്ല. ബാങ്കിന് എന്ത് തുകയാണോ കിട്ടാനുള്ളത് ആ തുകയ്ക്ക് ആനുപാതികമായ വസ്തു മാത്രം എടുത്താൽ മതിയാവും. അത് കൃത്യമായി നമുക്ക് സർക്കാർ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. മുഴുവൻ വസ്തുക്കളും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈടാകാനുള്ള തുക എന്താണോ ആ തുകയ്ക്ക് അനുസൃതമായ അനുസൃതമായ വസ്തു മാത്രം എടുത്താൽ മതിയാവും. മുഴുവൻ വസ്തുക്കളും കൂടി എടുക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശം കൃത്യമായി തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വായ്പക്കാരൻ അയാളുടെ വസ്തു വിറ്റതിന് ശേഷം പണം അടച്ചുകൊള്ളാം എന്ന ആവശ്യമായി നമ്മളെടുത്ത് വരികയാണെങ്കിൽ കൃത്യമായി ഒരു 3 മാസം സമയം അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് നമ്മൾ അനുവദിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ലേല നടപടികളുമായി മുന്നോട്ട് പോകാവൂ. നമ്മൾ ലേല നോട്ടീസ് കൊടുത്തു, സ്വാഭാവികമായിട്ടും മറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ ബാധ്യത സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം. പുതിയ തരം കൊടുക്കിയ രസീതുണ്ടെങ്കിൽ അത് വ്യക്തിഗത സർവേ നമ്പറിലോ അല്ലെങ്കിൽ റീസർവ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളോ അളവിലോ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിച്ച് ബോധ്യപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ലേലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നോട്ടീസ് എല്ലാം സെർവ് ചെയ്തു, ഇതെല്ലാം നടത്തിയതിനു ശേഷം ലേലത്തിന്റെ ദിവസമാണ്. ലേല ദിവസം അവൻ സ്വാഭാവികമായിട്ട് നമ്മൾ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടാവും ലേലത്തിൽ പങ്കെടുക്കണമെങ്കിൽ തുക ആദ്യം അടയ്ക്കണം. അങ്ങനെ അടയ്ക്കുന്ന ഒരാളിനെ മാത്രമേ നമ്മൾ ലേലത്തിൽ അനുവദിക്കാൻ പാടുള്ളൂ. ഇനി ഇവിടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ വസ്തു ലേലം നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ബാങ്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ പങ്കെടുക്കാം. അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഭരണസമിതി തീരുമാനം വാങ്ങണം. ഈ ഭരണസമിതി തീരുമാനം ആയിട്ട് വരുന്ന സെക്രട്ടറിയെ സംബന്ധിച്ച് മറ്റേ ഇൻഫ്ലൂ എമൗണ്ട് അടയ്ക്കാനില്ല. ഭരണസമിതി തീരുമാനം കാണിച്ചാൽ മതിയാകും. അപ്പോൾ അവിടെ നമ്മൾ ലേലം നടത്തുന്ന സെയിൽ ഓഫീസർ ആദ്യത്തെ അവിടെ വരുന്നു. നമ്മൾ ലേലത്തിൽ ഹാജരായവരുടെ വിവരം
ഏതൊക്കെയാണ് ആൾക്കാർ ലേലത്തിന് ഹാജരാകും, ആ ഹാജരായവരുടെ ഒരു എമൗണ്ട് അടച്ചിട്ടുണ്ടാവും. ആ അടച്ചതിന്റെ റെസിപ്റ്റിന്റെ ഒരു പകർപ്പ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. സംഘം സെക്രട്ടറിയോ ജീവനക്കാരോ ഹാജരാകുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഭരണസമിതി തീരുമാനം മതിയാകും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒന്നാമത്തെ അവിടെയായി ഹാജർ ലേലത്തിൽ പങ്കെടുത്തവരായി ലേലത്തിന് ഹാജരായവർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റാണ് ലേലത്തിന് ഹാജരായവർ. രണ്ടാമത് നമ്മൾ പിറ്റേ സമയത്ത് ലേലം തുടങ്ങും. ലേലം തുടങ്ങുമ്പോൾ ലേലത്തിൽ പങ്കെടുത്തവർ ഹാജരായ ഒരു 10 പേരുണ്ടെങ്കിൽ ഒരു 10 പേരും ലേലത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. സ്വാഭാവികമായിട്ടും ലേലത്തിൽ പങ്കെടുത്തവരുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ലേലത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം. ഒരു ലേലം ലിസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ എത്ര പേര് ലേലത്തിൽ പങ്കെടുത്തു, ഏത് തുക ആദ്യം വിളിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ലേലം തുടങ്ങി ഇവിടെ കൊണ്ടുവന്ന് എത്ര രൂപയ്ക്ക് അവസാനിപ്പിച്ചു, അത്രയും വിവരങ്ങൾ നമ്മൾ അതിനകത്ത് വെക്കണം. ലേലത്തിൽ പങ്കെടുത്ത് സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ തിരിച്ചറിയൽ രേഖ നിർബന്ധമായും നമ്മൾ വാങ്ങിച്ചു പകർപ്പ് നമ്മൾ വാങ്ങിച്ചിരിക്കണം. അപ്പം ലേലം നമ്മൾ തുടങ്ങിയത് വരെയുണ്ട്, അത് അവസാനിപ്പിച്ച തുകയുണ്ട്, സ്ഥിരപ്പെടുത്തിയ സംഭവമുണ്ട്, ആ നടപടി. അപ്പൊ അവിടെ നമ്മളെ രണ്ടാമത്തെ ലിസ്റ്റാവുന്നു ലേലത്തിൽ പങ്കെടുത്തവരുടെ വിവരം. അപ്പം നമ്മൾ ലേലം തുടങ്ങിയ തുക മുതൽ അവസാനിപ്പിച്ച തുക വരെയുള്ള ലേലത്തിന്റെ മീൻസ് നമ്മൾ തയ്യാറാക്കി വെക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ തയ്യാറാക്കണം. ഒരു കാര്യം സെക്രട്ടറി ബാങ്കിനെ പ്രതിനിധീകരിച്ച് ഹാജരാകുന്ന പക്ഷം കള്ളത്തുക തീരുമാനത്തിന്റെ പകർപ്പ് നമ്മൾ തിരിച്ചു വെക്കണം. ഇനി ഒരാൾ ലേലം പിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് 15% പൈസ ഉടനെയും ബാക്കിയുള്ള പൈസ പിന്നീട് അടയ്ക്കണമെന്നാണ് നമ്മൾ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ. രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാൻ മാത്രം പരമാവധി 30 ദിവസം വരെ നമ്മൾ സമയം അനുവദിക്കാറുണ്ട്. ബാക്കിയുള്ള പൈസ 15 ദിവസത്തില് നമ്മുടെ ഓഫീസിൽ അടച്ച് ബാങ്കിൽ അടച്ചതിന് ശേഷം അതിന്റെ റെസിപ്റ്റ് കൊടുക്കും. ഇത്രയും ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഏത് തുകയ്ക്ക് ലേലമാണ്. ഇവിടെ നമ്മളെപ്പോഴും നമ്മളെ വിഷമക്കാരെ മുമ്പത്തെ പ്രശ്നങ്ങളുണ്ട്. സാഹചര്യമായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥർ നേരിടുന്ന കുറേ വിഷയങ്ങൾ. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് ബാങ്കിൽ ഈടാക്കാൻ 5 ലക്ഷം രൂപയുണ്ട്. പക്ഷെ പ്രോപ്പർട്ടിയുടെ വില 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയുണ്ട്. നമുക്ക് അവിടെ 15 ലക്ഷം രൂപയ്ക്ക് ലേലം തുടങ്ങാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് 5 ലക്ഷം രൂപ നമുക്ക് കിട്ടാറുള്ള തുക എന്താണോ ആ തുകയ്ക്ക് നമ്മൾ ലേലം തുടങ്ങി. ആ തുകയ്ക്ക് ലേലം തുടങ്ങി നമ്മൾ അവിടെ നമ്മുടെ പ്രായോഗികമായി അല്ലെങ്കിൽ നമ്മൾ 10 ലക്ഷം രൂപയുള്ള പ്രോപ്പർട്ടിയാണ് എന്നുള്ള ലക്ഷം പുറത്തു നമ്മൾ ലേലം പിടിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടാവും. കാര്യം ബാങ്ക് പരസ്യപ്പെടുത്തുന്ന പ്രകാരം ബാങ്ക് ഉണ്ടാകാനുള്ളത് 5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഈ കേസിൽ ഈ മാർക്കറ്റ് വിലയ്ക്ക് അനുസൃതമായ ഒരു തുക ലഭിച്ചില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച് ചില കേസിൽ വസ്തു സബ്ഡിവൈഡ് ചെയ്ത് വിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു പോർഷൻ വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പം അവിടെ നമ്മൾ വസ്തു പൂർണ്ണമായിട്ട് ലേലത്തിനിടുകയും ആ മാർക്കറ്റ് വാല്യൂ ഈ പറഞ്ഞ 15 ലക്ഷം രൂപ കിട്ടാവുന്നേക്കാൾ വലിയ തുകയാണെങ്കിൽ അത്രയും തുക ഒരു പക്ഷേ വിൽക്കാൻ വരികയും ചെയ്യും. ആ കേസിൽ 100% നിലവാരം അല്ലെങ്കിലും നമ്മൾ അതിന്റെ മാർക്കറ്റ് വിലയ്ക്ക് അനുസൃതമല്ലാത്ത ഒരു വിലയാണ് നമ്മൾ ലേലം തൽക്കാലം നിർത്തിവെച്ച് മറ്റൊരു അവസരം കൂടി നടത്തുന്നതായിരിക്കും നല്ലത്. നിയമപരമാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ മറ്റു പൂർണ്ണമായി അഭിപ്രായമില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പോൾ വായ്പക്കാരന്റെ വായ്പക്കാരൻ കുടിശ്ശിക വരത്തുള്ള തുകയ്ക്ക് അനുസൃതമായ വസ്തു മാത്രമേ എടുക്കാവുള്ളൂ എന്ന് നമുക്ക് ഡയറക്ഷൻ വരികയും എന്നാൽ അങ്ങനെ ഒരു പോർഷൻ മാത്രം എടുക്കാൻ നമ്മളെ സംബന്ധിച്ച് അത് വിറ്റഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻഷുറൻസ് വസ്തു ചെയ്യുന്നത്. അങ്ങനെ മുഴുവൻ വസ്തുവും ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനകത്ത് വരുന്ന ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടാണിത്. ഈ മാർക്കറ്റ് വില ഓളം എത്തുന്നില്ല. ഇപ്പൊ 5 ലക്ഷം രൂപ ചിലപ്പോൾ 6 ലക്ഷം രൂപ വിളിച്ചിരിക്കുന്നതിന്റെ മാർക്കറ്റ് വില 15 ലക്ഷം രൂപ. ആ കേസിൽ ഒരിക്കൽ കൂടെ ലേലം നടത്തിയതിനു ശേഷം അത് സ്ഥിരപ്പെടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വകുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ള കച്ചവടക്കാർ ചേർന്നുകൊണ്ട് വായ്പക്കാരന്റെ വസ്തു കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്ന ഒരു ആരോപണമാണ് ഒരുപക്ഷെ നമ്മൾ കുറച്ചാണെങ്കിലും അതിന്റെ പുറകെ നടക്കും. അതുകൊണ്ട് തന്നെ അപ്രൂവ്ഡ് വാല്യൂട്ടുള്ള വാല്യുവേഷൻ, പിന്നെ പ്രാദേശികമായ ഒരു അന്വേഷണവും ബന്ധപ്പെട്ട ഭരണസമിതിയിലെ ഒരു വില നിർണ്ണയമൊക്കെ ചേർത്ത് വെച്ച് നമ്മൾ ഫെയർ വാല്യൂവും കൂടി പരിഗണിച്ച് ഇതിനെല്ലാം അടിസ്ഥാനം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ലേലം തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു തുകയ്ക്ക് നമ്മൾ ലേലം പിടിച്ച് നമ്മൾ ഒരു തുകയ്ക്ക് ലേലം പിടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ലേലം നമ്മൾ സ്ഥിരപ്പെടുത്തി 15% പൈസ ഇറക്കി നമ്മൾ അടുത്ത് എവിക്ഷൻ നോട്ടീസ് നമ്മൾ അയക്കുക. അതായത് ഈ കുടിശ്ശികക്കാരന്റെ വസ്തു ഇന്ന ആള് ഇത്രാം തീയതി നടന്ന നടപടിക്രമം പ്രകാരം ഇത്ര രൂപയ്ക്ക് ലേലം കൊണ്ടിട്ടുള്ളതാണ്. അത് പൈസയും അതിന്റെ 5% കൂടി ചേർന്ന തുകയ്ക്ക് നിങ്ങൾ തിരികെ അടയ്ക്കുകയാണെങ്കിൽ
ആ ഇത് തിരികെ വസ്തു ഇത് തിരികെ പിന്നെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പോകുന്നവർ 10 നോട്ടീസ് അയക്കുന്നു. അത് നമ്മൾ എവിക്ഷൻ നോട്ടീസാണ്. എവിക്ഷൻ നോട്ടീസ് രജിസ്റ്റേർഡ് നോട്ടീസ് അതുപോലെ തന്നെ അയക്കണം. അതോടൊപ്പം തന്നെ എല്ലാ കക്ഷികൾക്കും ബാക്കിയിൽ എത്ര കക്ഷികളുണ്ടോ അത്രയും കക്ഷികൾക്കും ആ നോട്ടീസ് നമ്മൾ അയച്ചിരിക്കുന്നു. അപ്പം ഈ വായ്പക്കാരൻ ലേലം നടന്ന് മറ്റൊരാൾ ലേലത്തെ തിരിച്ചാലും ശരി, അയാളുടെ വസ്തു തിരികെ തിരിക്കാൻ അല്ലെങ്കിൽ പണം അടച്ച് തിരികെ എടുക്കാൻ ഒരു 30 ദിവസം സമയം കൂടി ലഭിക്കുന്നുണ്ട്. 30 ദിവസത്തിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ നമുക്ക് കൺഫർമേഷൻ നടപടികളുമായി മുന്നോട്ട് പോകാം. 30 ദിവസത്തിനുള്ളിൽ പൈസ അടച്ചിട്ടില്ല എങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അതിനകത്ത് മറ്റ് ഇതൊന്നുമില്ല. നമ്മൾ ബാക്കി നടപടികളുമായി മുന്നോട്ട് പോകുന്നു. എവിക്ഷൻ നോട്ടീസ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ വകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നമ്മൾ കൺഫർമേഷൻ നടപടികൾ ആണ് ചെയ്യാൻ പോകുന്നത്. കൺഫർമേഷൻ നടപടികൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യകാരണ സഹകരണം നമ്മൾ സബ്മിഷൻ കിട്ടാൻ, അതായത് ഏത് ബാങ്ക് ഈ അന്യായത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്ത്, ഞാൻ ബാങ്കിലെ എത്ര നമ്പറാണ് എന്ന് വായ്പ എടുത്ത് എത്ര രൂപയാണ് വായ്പ എടുത്തത്, വായ്പ തരക്കുന്നുണ്ടോ ഉണ്ടായിരുന്നു. തുടർന്ന് ബാങ്ക് ആർബിട്രേഷൻ ഫയൽ ചെയ്തു. ആർബിട്രേഷൻ ഫയൽ ചെയ്തപ്പോൾ അവർക്ക് ഇത്ര നമ്പറായ അവാർഡ് ലഭിച്ചു. ഈ അവാർഡിനെ തുടർന്ന് അവർ ഇന്ന രീതിയിൽ എക്സിക്യൂഷൻ ഫയൽ ചെയ്തു. ആ എക്സിക്യൂഷൻ താഴെ പറയുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നോട്ടീസ് കൊടുത്തു, അല്ലെങ്കിൽ ഒന്നിലധികം പ്രാവശ്യം ലേലം നടത്തി, പിന്നെ വസ്തു നമ്മൾ അളന്ന് വ്യക്തപ്പെടുത്തിയെടുത്തു. അതിന്റെ പഴയ സർവേ നമ്പർ ഇതാണ്, നമ്മൾ സർവേ ഇതാണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റു ബാധ്യതകളല്ലോ അതിനകത്ത് ഉണ്ടായിരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുന്നു. അതുപോലെ ലേലത്തിൽ ഏത് രീതിയിൽ നമ്മൾ ലേലം നടത്തിയ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ, പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്, എന്നാണ് പ്രസിദ്ധീകരിച്ചത്, അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയൊക്കെ നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചു. അദ്ദേഹത്തിൽ ആരൊക്കെ പങ്കെടുത്തു, ആരൊക്കെ ഹാജരായിരുന്നു, എത്ര രൂപയ്ക്ക് നമ്മൾ ലേലം തുടങ്ങി, എത്ര രൂപയ്ക്ക് ലേലം അവസാനിച്ചു, നമ്മൾ ഏത് രീതിയിൽ നോട്ടീസ് കൊടുത്തു, അതിനുശേഷം വായ്പക്കാരന്റെ പ്രതികരണം എന്തായിരുന്നു. അതുകൊണ്ട് ഈ ഫയലിന് അംഗീകാരം നൽകുവാണെന്നാണ് നമ്മൾ ബന്ധപ്പെട്ട രേഖകൾക്കകത്ത് ഒരു അവാർഡിന്റെ പകർപ്പ്, അവാർഡ് അയച്ചതിന്റെ തെളിവ്, ഡിമാൻഡ് നോട്ടീസ് അയച്ചതിന്റെ അതിന്റെ തെളിവ്, ഫോറം നമ്പർ 667, അതുപോലെ ലേല നോട്ടീസ്, എവിക്ഷൻ നോട്ടീസ്, നമ്മൾ ഗഹാന, അതുപോലെ തന്നെ നമ്മുടെ പണയപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കളുടെ വിവരങ്ങൾ, നമ്മുടെ ഇതിന്റെ വാല്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂഷൻ, നമ്മൾ വസ്തു അവമർത്തിയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ്, എൻകംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ്, LPR ലാൻഡ് ആക്ട് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പകർപ്പ്, ഇത്രയും കാര്യങ്ങൾ സഹിതമാണ് നമ്മൾ കൺഫർമേഷന് വേണ്ടി അയക്കാറുള്ളത്. കൺഫർമേഷന് വേണ്ടി നമ്മൾ അധികത്തിൽ ബന്ധപ്പെട്ട നമ്മൾ ഉദ്യോഗസ്ഥരെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വിഷയങ്ങൾ നമ്മൾ ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ അവാർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അവാർഡ് അയച്ചതിന് തെളിവ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, നിങ്ങൾ നോട്ടീസ് എന്ന് നൽകി, ആ നോട്ടീസിന് കൃത്യം ഫോൺ നമ്പർ 1 കൊടുത്ത നോട്ടീസ് സമയം പാലിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫോറം നമ്പർ 6 നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ, ഫോറം നമ്പർ 6 നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 30 ദിവസം സമയം പാലിച്ചിട്ടുണ്ടോ, അതിനുശേഷം നിങ്ങൾ വസ്തു അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരം ഓപ്ഷണലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലേൽ നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ, ലേൽ നോട്ടീസിന് എത്ര ദിവസം സമയം നൽകി, പത്രപരസ്യം നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തീയതിയിൽ, ലേല വിളംബരം നടത്തിയിട്ടുണ്ടോ, അതായത് ലേലത്തിന് പരമാവധി പ്രചാരണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടല്ലോ. അത് ചെറിയ ബിഗ് നോട്ടീസുകളോ അതേപോലെ തന്നെ നമുക്ക് ഫ്ലെക്സുകളോ മറ്റെന്തെങ്കിലും പ്രചരണ മാധ്യമങ്ങളോ ഉപയോഗിക്കാം. ഞാൻ ലേല വിളംബരം നടത്തിയിട്ടുണ്ടോ, ഈ വസ്തുവിന്മേൽ മറ്റെന്തെങ്കിലും അവകാശങ്ങളോ ആശാക്ഷ്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ, വസ്തുവിന്റെ വിസ്തീർണം പണയപ്പെടുത്തിയ സമയത്ത് അതേ വിസ്തീർണം തന്നെ നിലവിലുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്രകാരം വന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ പറയുന്ന നടപടിക്രമങ്ങളെല്ലാം നമ്മൾ തീർച്ചയില്ലാതാണ് ചെയ്യുന്നത്. കൺഫർമേഷൻ നമുക്ക് ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഈ കൺഫർമേഷൻ പരിശോധിക്കണം, ഉത്തരവ് തരും. ഫോൺ നമ്പർ 89 നമുക്ക് സെയിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സെയിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വസ്തു വാങ്ങിയ ആള് പുറംപാർട്ടിയാണെങ്കിൽ അവർക്ക്, ബാങ്കാണെങ്കിൽ ബാങ്കിന് നമുക്കത് നിയമപ്രകാരം കൈമാറാനുള്ള സംവിധാനങ്ങളാണ്. ഇവിടെ ആവുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഘട്ടം പൂർത്തിയായി. പിന്നെ ഇതിനകത്തൊരു പ്രായോഗികമായ മറ്റൊരു വിഷയം, ഈ വായ്പക്കാരുടെ വിഷയം വീട് ഒഴിഞ്ഞു പോകണമെന്ന്. അപ്പം അത് നമുക്ക് കോടതി മുഖാന്തരം വേണമെന്ന് അവരെ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കും. അത് നമ്മൾ ഓഫീസ് കൈകാര്യം ചെയ്യുക. കോടതി മുഖാന്തരം എന്നത് നമ്മൾ ഇറക്കി വിടാൻ പോകും. മറ്റു നിയമപ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ വിഷയങ്ങളിലേക്ക് വഴി വരും. അതുകൊണ്ട് കഴിവതും കോടതി മുഖാന്തരം നമ്മൾ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിച്ച് അവരെ ഇറക്കി വിടുന്നതായിരിക്കും നല്ലത്.
ഇത്രയും കാര്യങ്ങളാണ് കൺഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള സംഭവം. അത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. അതായത് നമ്മൾ കൺഫർമേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓഫീസിൽ വെക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ വെക്കുന്ന സബ്മിഷനിൽ നമ്മൾ ആ ബാങ്കിന്റെ വിവരം, ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത വിവരം മുതൽ ആ വായ്പയിൽ നമ്മൾ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് കൺഫേം, അതായത് ലേലം നടത്തി എഴുത്തിൽ നോട്ടീസ് അയച്ച വരെയുള്ള മുഴുവൻ വിവരങ്ങളും പറയണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷന്റെ സംഭവം അംഗനമ്പര് വായ്പ എടുത്താണെങ്കിൽ അംഗനമ്പര് പേരും എന്താക്കും, വായ്പ തുക എത്രയാണ്, കൃഷി വെപ്പിനെ തുടർന്ന് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു, ഏത് നമ്പറിൽ അവാർഡ് എന്ന് ലഭിച്ചു, അതിന് തുടർ നടപടി എന്ന് സ്വീകരിച്ചു, എക്സിക്യൂഷൻ ഏത് നമ്പറിൽ എക്സിക്യൂഷൻ നമ്മൾ ബാങ്കിൽ ഫയൽ ചെയ്തു, നമ്മൾ അതിനകത്ത് ഫോൺ നമ്പർ 1, അതായത് നമ്മൾ ഫസ്റ്റ് നോട്ടീസ് എന്ന് കൊടുത്തു, തുടർന്ന് ഫോൺ നമ്പർ 6 നമ്മൾ എന്ന് നോട്ടീസ് കൊടുത്തു, തീയതി എല്ലാം അതിന് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അതിന് ലേൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വാല്യൂഷൻ, ഒരു വാല്യൂഷന്റെ മറ്റേതെങ്കിലും ഏജൻസിയുടെ വാല്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫെയർ വാല്യൂ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നോക്കണം. പിന്നെ ബാധ്യത സർട്ടിഫിക്കറ്റ് പ്രകാരം മറ്റെന്തെങ്കിലും മാറ്റുകൾ അതിനകത്തുണ്ടോ എന്ന് നോക്കണം. ലാൻഡ് ആക്ട് റെസീപ്റ്റ് നമ്മൾ പരിശോധിച്ച് അതിനകത്ത് വസ്തുവിന്റെ അളവ് വിസ്തീർണത്തിൽ എന്തെങ്കിലും വ്യതിയാനം വന്നിട്ടുണ്ടോ. പിന്നെ നമ്മൾ ലേലത്തിൽ ലേല നോട്ടീസിന്റെ കാര്യങ്ങൾ, ഹാജരായവരുടെ വിവരങ്ങൾ, പങ്കെടുത്തവരുടെ വിവരങ്ങൾ, ലേലത്തിന്റെ ബിൽസ് വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയതിനു ശേഷം നമ്മൾ എവിക്ഷൻ നോട്ടീസിന്റെ വിവരങ്ങൾ, എവിക്ഷൻ നോട്ടീസ് എപ്രകാരം അയച്ചു, അതിന് അക്നോളജ്മെന്റ് നമുക്ക് എന്ന് വന്നു, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി. അതുപോലെ ലേലം പിടിച്ച ആള് ബന്ധപ്പെട്ട തുക അടച്ചിട്ടുണ്ടോ ഇല്ലയോ, അടച്ചതിന് ശേഷം ബാലൻസ് എന്നടച്ചു, സർട്ടിഫിക്കറ്റിന്റെ പൈസ അടച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തീർത്ത് വേണം ഈ കമ്മീഷൻ കൊടുക്കാൻ. ഇതിനകത്ത് ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ലഭിക്കും. കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ചെലവ് കിട്ടും. ഫോൺ നമ്പർ തേച്ചില്ല നമുക്ക് ഇത്രയും കാര്യങ്ങളായി നമുക്ക് ക്രമപ്രകാരം വസ്തു കൈമാറ്റം ചെയ്യാവുന്നതാണ്. പിന്നെ ആളിനെ ഒഴിപ്പിക്കുന്ന വിവരം, അതായത് താമസക്കാരനെ ഒഴിപ്പിക്കുന്നത് നിയമപരമായ കാര്യങ്ങൾ മാത്രം മറ്റ് ഭാവിയിൽ വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ നിയമപരമായ മാർഗത്തിലൂടെ ഒഴിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാലം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലേല നടപടികൾ ഏകദേശം പൂർത്തിയാകും. നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ബാങ്ക് പിടിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഈ പറയുന്ന ബാങ്ക് പിടിച്ചാൽ ബാങ്കിനെ സംബന്ധിച്ച് നമുക്ക് വാല്യൂഷൻ ഉള്ള പ്രോപ്പർട്ടി ആയാലും ചിലപ്പോൾ ഇത്തിരി വാല്യൂഷൻ കുറഞ്ഞ പ്രോപ്പർട്ടി ആയാലും ഇരിക്കട്ടെ, നമ്മളെന്തായാലും ഈടാകാനുള്ള പേഴ്സ് പിടിച്ച് നമ്മളെ സ്വകാര്യമായിരിക്കും പരമാവധി വന്നാൽ 7 വർഷത്തിനകം ഇപ്പോൾ നിങ്ങൾ തിരിച്ചിട്ടുള്ള ഈ പ്രോപ്പർട്ടി അതിൽ വിറ്റ് ബാങ്കിലേക്ക് ഈടാകാനുള്ള തുക മുതൽ കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഫണ്ട് അവർ നമ്മളെ കുരിശി കുറയ്ക്കാൻ വേണ്ടി ഉള്ള വസ്തുക്കളെല്ലാം ബാങ്കിൽ ലേലം പിടിച്ച് അവരുടെ പേരിലേക്ക് മാറ്റിയിടും. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ ഫണ്ട് ഒട്ടായി പോകും. അസറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ബാങ്കിങ് പ്രവർത്തനം നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരികെ കിട്ടണം. അസറ്റ് സമ്പാദിച്ച് ഇത്തരം കൂടുതൽ വസ്തുക്കൾ ലേലം പിടിച്ചിട്ട് ബാങ്കിൽ കാര്യമില്ല. പിടിക്കുന്ന വസ്തുക്കൾ നമുക്ക് ക്രമപ്രകാരം വിറ്റ് തിരികെ മുതൽ കൂട്ടുന്നതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ബാങ്കിൽ ലേലം കിട്ടും. അല്ലെങ്കിൽ ഇതിന്റെ ഒരിക്കൽ കൂടി ലേലം വിറ്റതിന് ശേഷം മാത്രം ബാങ്ക് പിടിക്കുന്ന കാര്യങ്ങളാണ്. ബാങ്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി ബാങ്ക് പിടിച്ചാൽ സമയബന്ധിതമായി അത് വിറ്റഴിച്ച് മുതൽ കൂട്ടുന്നുള്ള നടപടികൾ സ്വീകരിക്കണം. അതല്ല ബാങ്കിന്റെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് ഞാൻ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രാറുടെ അനുവാദം വാങ്ങാതെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് എക്സിക്യൂഷനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം ഓർത്തിരിക്കേണ്ട സംഭവം. ഞാൻ വളരെ വേഗതയിൽ പറഞ്ഞു പോയതാണ്, സമയം പരിഹരിച്ചുകൊണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഹലോ ആരോൺ? സാറേ പറഞ്ഞു സാറേ. എന്തെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് റെഫർ ചെയ്ത് പറയാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടല്ലോ? ARC കൂടാതെ അതിപ്പം നടക്കുമോ സാറേ? പ്രകാരം നടക്കുമോ? രാഷ്ട്രീയ ഗ്രാമവികസന ബാങ്ക് നിയമത്തിലെ നേരത്തെ 10 മുതൽ 15 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 9 മുതൽ 15 വരെയും 19 മുതൽ 28 വരെയും ഭാഗമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ആർബിട്രേഷൻ കൂടാതെ എക്സിക്യൂഷൻ നടപടികൾ സ്വീകരിക്കാം. അതിന്റെ പ്രായോഗികത്തെ കുറിച്ച് പറയാൻ ഞാനാണല്ല. ഇതാണ് അതിന്റെ നിയമപരമായ അവസ്ഥ. 36 അതിനുള്ള ഒരു വ്യവസ്ഥയുണ്ട്. പക്ഷെ അതിൽ ചട്ടം വന്നില്ല എന്നൊക്കെയാണ് എക്സ്ക്യൂസ് പറയുന്നത്.
ചട്ടങ്ങൾ അതിനനുസരിച്ച് ചട്ടം വന്നില്ല എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോൾ ഒഴിയുന്നത് ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഇതാണ് നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥ. ഇതാണ് 36A ഒരാളുടെ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ 10 മുതൽ 15 വരെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 9 മുതൽ 15 വരെയും 19 മുതൽ 28 വരെയും ബാധകമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ARC ഫീസ് കൂട്ടുകയും ചെയ്തു അല്ലേ? അതേ തന്നെ. ARC ഫീസ് കാലോചിതമായി നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ഫീസാണ് സാർ. പക്ഷെ അത് നമ്മൾ എത്ര കണ്ട് കുടിശ്ശികയ്ക്ക് വേണ്ടി നമ്മളത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു ഘടകം. ഒരു 3-4 ഡൗട്ട് ഒരുമിച്ച് ചോദിക്കുകയാണ്. നമ്മളെ വസ്തു അളന്ന് കഴിയുമ്പോൾ നമുക്ക് അണ്ടർ വാല്യുവേഷൻ മനസ്സിലാവുന്നതെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത ആളുടെ പേരിൽ വേറെ വസ്തു ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചേർക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ അതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ ഫോം 7 കമ്പൽസറി ആയിട്ട് കൊടുത്ത് സെയിൽ ഓഫീസറുടെ പേരിൽ കൊടുക്കണമെന്ന്, അത് ഈ അഡീഷണൽ വസ്തുവിന്റെ കേസിൽ ഫോം 7 കൊടുത്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഫർദർ ട്രാൻസ്ഫർ മറ്റെന്തെങ്കിലും കൈമാറ്റമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഓൾറെഡി ഇപ്പം ഫോം 7 ഒക്കെ കൊടുക്കാതെയാണ് നമ്മളെ ബാങ്കിൽ 2-3 ലേലം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സെയിൽ ഓഫീസറോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ ലേലം ഫോം 7 കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഈ നടപടിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും ലേലം പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലാതെ ഫോം 7 കൊടുക്കണം നിർബന്ധമില്ലല്ലോ. നിർബന്ധമല്ല. കൊടുത്തില്ലെങ്കിലും നമുക്ക് നടപടികൾ ഈ പറയുന്ന, പക്ഷേ ഫോം 6-ൽ നമ്മൾ ഏത് വസ്തുവാണോ അതിൽ നമ്മൾ ലേലം ചെയ്യേണ്ടത് ആ വിവരങ്ങൾ അയാളെ ധരിപ്പിച്ചിരിക്കണം. ഫോം 6 നോട്ടീസിൽ അത് കമ്പൽസറി ആയിട്ട് പറഞ്ഞിരിക്കണം. പറയാത്ത വസ്തുവിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം ഓപ്ഷൻ നടത്തുക, ഓപ്ഷനിൽ ബാങ്കിന് പങ്കെടുക്കാൻ താല്പര്യമില്ല. അപ്പം പകരം മറ്റാളുകളും പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിന്റെ മാതിരി വാല്യുവേഷൻ കുറച്ചിട്ട് ഓപ്ഷൻ നടത്താനുള്ള പ്രൊവിഷൻ ഉണ്ടോ? വാല്യുവേഷൻ കുറച്ചിട്ടെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. അല്ല, മീൻസ് ലോൺ എമൗണ്ടിനെക്കാട്ടും കുറഞ്ഞ തുകയ്ക്ക് ഓപ്ഷൻ ചെയ്യാം. നമ്മൾ പ്രായോഗികമായിട്ട് അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ പലർക്കും കണ്ടുവരുന്നുണ്ട്. അതായത് ഉദാഹരണം പറയാൻ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടാനുണ്ട്, ബാങ്കിന് കിട്ടാനുണ്ട്. 10 ലക്ഷം രൂപ കിട്ടാനുള്ള കേസിൽ 7 ലക്ഷം രൂപയ്ക്കാണ് ലേലം ബാങ്ക് പിടിക്കുന്നത്. ഈ കിട്ടാനുള്ള 3 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ നമ്മൾ നടപടികൾ സ്വീകരിക്കും? അങ്ങനത്തെ സ്ഥലമാകുമ്പോൾ ബാങ്ക് പങ്കെടുക്കാതിരുന്നിട്ട് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ബാങ്ക് 7 ലക്ഷം രൂപയ്ക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ അവർ വായ്പ കൊടുത്ത വസ്തുവിന് നിലവിൽ ഈ അത്രയും പോലും മൂല്യമില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? സെയിൽ ഓഫീസർ 1-2 തവണ ലേലം നടത്തിയ ശേഷം കൃത്യമായി സെയിൽ ഓഫീസർ റിപ്പോർട്ട് വെക്കുകയാണെന്നിരിക്കട്ടെ. അതായത് ബാങ്കിൽ നിന്ന് ഇന്ന ആളിന് ഇന്ന താലൂക്കിലെ ഇന്ന വില്ലേജിലെ ഇന്ന സ്ഥലങ്ങളിലെ ഇത്ര വസ്തു വെച്ചിട്ട് ഇത്ര ഒരു വായ്പ കൊടുത്തു. നിലവിൽ 1-2 തവണ വായ്പ കൊടുത്തിട്ടും ലേലം നടത്താൻ ശ്രമിച്ചിട്ടും അത് അണ്ടർവാല്യൂഷൻ ആയത് കാരണം അണ്ടർവാല്യൂഷൻ എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് പിന്നൊരു ചോദ്യം. അപ്പോൾ ഒരു വാല്യൂട്ടോ ഫെയർ വാല്യൂ അല്ലെങ്കിൽ അതേ സ്ഥലത്ത് മറ്റു തവണ കൈമാറ്റങ്ങളുടെ വിവരങ്ങൾ വെച്ചിട്ട് അണ്ടർവാല്യൂഷൻ ആണെന്ന് ബോധ്യപ്പെട്ടാൽ അതുകൊണ്ട് ഈ ഫയൽ മടക്കി നൽകുമ്പോൾ സെയിലർ മടക്കി നൽകാൻ എന്റെ പറഞ്ഞു അതല്ലേ എനിക്ക് വരാൻ സാധ്യതയുള്ളൂ. നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യുവാണെങ്കിൽ വല്ല നമ്മൾ ഈ പറഞ്ഞ കൃഷി നിവാരണം നല്ല പദ്ധതികൾ വരുന്ന സമയത്ത് അയാളെ കമ്പോസ് ചെയ്ത് അയാളെ കൊണ്ടുതന്നെ വിറ്റിച്ച് പരമാവധി ഇളവ് കൊടുത്ത് നമ്മളത് ബന്ധപ്പെട്ട കമ്മിറ്റി, താലൂക്ക് തല കമ്മിറ്റിയിൽ അത് ജില്ലാ തല കമ്മിറ്റിയിൽ അത് അതിന്റെ അനുവാദത്തോട് ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് ആ വ്യത്യാസം വരുന്ന തുകയ്ക്ക് മാത്രം വളരെ ഇതായിട്ട് പറയാം, വ്യക്തി ആ ഒരു തുകയ്ക്ക് മാത്രം നമ്മൾ റെസ്പോൺസിബിൾ ആയ ബാങ്കിന്റെ ഭാഗത്തുനിന്നാണ്. അതല്ലെങ്കിൽ മുഴുവൻ തുകയ്ക്ക് നമ്മൾ ഉത്തരവാദിയാവില്ലേ? അത് വായ്പ കൊടുത്തവരുണ്ടാവും, ശുപാർശ ചെയ്ത ഭരണസമിതികളുണ്ടാവും, ബന്ധപ്പെട്ട ഉണ്ടാവും, അവരുടെ എല്ലാം തലയിൽ അവർ മാള് പോലെ നിലനിൽക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറിച്ച് നിവാരണം പോലുള്ള സമയങ്ങൾ നമ്മൾ അങ്ങനെയുള്ള വായ്പകൾ പരമാവധി ഇളവുകൾ കൊടുത്ത് അവരുടെ ഭാഗത്താണ് നിർത്തിക്കൊണ്ട് തന്നെ പൈസ അടപ്പിച്ച് ക്ലോസ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായി നല്ലത്. അണ്ടർവാല്യൂഷൻ പിടിച്ചിട്ടാൽ പല ബാങ്കുകളിലും അണ്ടർവാല്യൂഷൻ പിടിച്ചിരുന്നു. പിന്നീട് വരുന്ന ഭരണസമിതികൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചാൽ അതും പ്രശ്നങ്ങളിലേക്ക് നീങ്ങും. ബാങ്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ വീട് നമ്മള് ബാങ്ക് ഏറ്റെടുത്തതിന് ശേഷം ലേലത്തിൽ വേറെ ആരും പങ്കെടുത്ത് വിളിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബാങ്ക് ഏറ്റെടുത്തിട്ട് അത് ആൾക്കാരെ അവിടെ താമസിക്കുന്ന ആളെ ഇറക്കി വിടാനുള്ള ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെയാ അത്? ഒരു ഇറക്കി വിടാൻ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പിന്നെ ബാങ്കിന്റെ പേരിലാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് വേറെ തോന്നരുത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സെയിലർ നിലയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബാങ്കിൽ ഈടാക്കാനുള്ള തുക ഈടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി.
സ്വാഭാവികമായിട്ടും ബാങ്കിന്റെ പേരിലേക്ക് പിടിക്കുന്നു, ഇറക്കി വിടാൻ പോകുമ്പോൾ വേറെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ വരും, കോടതി ഇടപെടൽ, വേറെ ഒരുപാട് വിഷയങ്ങൾ വരും. പക്ഷെ നമ്മുടെ പേരിൽ വന്ന പ്രോപ്പർട്ടിയിൽ കറണ്ട് വേണോ വേണ്ടോ തീരുമാനിക്കുന്ന അധികാരം നമുക്കില്ലേ? കറണ്ട് ഓക്കെ ഉണ്ടല്ലോ. നമ്മുടെ ആ പ്രോപ്പർട്ടിയിൽ കറണ്ട് വേണ്ട, നമ്മൾ തീരുമാനിച്ചത് കറണ്ട് വേണ്ട. ഓക്കെ 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 അതല്ലെങ്കിൽ അവനെ അവിടെ വാടകക്കാരനായിട്ട് വെക്കാം. നമ്മൾ ഇറക്കിയിരുന്നല്ലോ പ്രശ്നം. ഓക്കെ ഉദാഹരണം പറഞ്ഞാൽ ഒരു മാസം 1 രൂപ വാടക അയാളെ അവിടെ താമസിക്കുന്നത്, 1 രൂപ നിർബന്ധമായിട്ടും ബാങ്കിന്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും 1-ാം തീയതി കൊണ്ട് നടത്തി റെസീറ്റ് വാങ്ങി താമസിക്കണം എന്നൊരു ഇങ്ങനെ വെച്ചാൽ അത് അവനെ ഫോഴ്സ് ചെയ്യുന്നതിന് തുല്യമാണ്. അടയ്ക്കാൻ തയ്യാറാവും. തയ്യാറാവില്ലേ? നമ്മൾ ഇറക്കി വിടുമ്പോഴാണ് വേറെ പ്രശ്നം വരുന്നത്. നമ്മൾ ഇറക്കി വിടാതിരുന്ന കുഴപ്പമില്ലല്ലോ. കമ്പൽസറി നമ്മൾ അവനെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിക്കുന്നു. താമസിക്കണമെങ്കിൽ എഗ്രിമെന്റ് വെക്കണം. എഗ്രിമെന്റ് വെച്ചാൽ കൂടുതൽ വാടകയില്ല. അപ്പൊ നമ്മൾ 10,000 ചോദിച്ചാൽ അവനെ മനസ്സിൽ ഇറക്കി വിടാനാണ് പറയും. 1 രൂപ വാടക നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് എല്ലാ മാസവും 1-ാം തീയതി അടയ്ക്കണം, റെസീറ്റ് വാങ്ങണം എന്നൊരു കണ്ടീഷൻ വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇത്രയും വരും. പിന്നെ നമ്മളതിന്റെ മേലാദായം എടുക്കാൻ വേണ്ടി ബാങ്ക് തീരുമാനം എടുക്കുന്നു. അങ്ങനെയാണെങ്കിലും വരും. അതിന് നിർഭാഗ്യവശാലും ഭാഗ്യവശാലും ബാങ്കുകളുടെ ഭാഗത്ത് അങ്ങനെ ഒരു സമയം ഉണ്ടാവാത്തതാണ് കുടിശ്ശിക കൂടാനുള്ള ഒരു 10-20% കാരണങ്ങൾ അതൊക്കെ തന്നെയാണ്. നമുക്ക് കോടതി വഴി, സിവിൽ കോർട്ട് വഴി നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സിവിൽ കോർട്ട് വഴി പോയാലുള്ള സംഭവം നമുക്ക് അവരെ ഒഴിപ്പിക്കാനാണെങ്കിൽ ഒഴിപ്പിച്ചു തരും. നമ്മുടെ നടപടിക്രമങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഒഴിപ്പിച്ചു തരും. പക്ഷെ ഫോം എടുത്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ അണ്ടർ വാല്യൂഷൻ കോടതി പരിഗണിക്കില്ല. വേറെ ആരും പിടിക്കാനില്ലെങ്കിൽ നമ്മുടെ പേരിലേക്ക് അവർ ഉത്തരവാദി തരും. ഓക്കെ 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 സാർ. നമുക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. അപ്പൊ 9 മണിയോട് കൂടി തന്നെ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. സാറേ, ഒരു സംശയം ഉള്ളത്, ഇപ്പൊ മകന്റെ പേരിലുള്ള വസ്തു വീട് വെച്ച് അമ്മയ്ക്ക് മാതാപിതാക്കൾക്ക് അതിനകത്ത് അവകാശം പറഞ്ഞിരുന്നു താമസിക്കാനുള്ള. അവര് പക്ഷേ ഇടയ്ക്ക് മരണപ്പെട്ടു. അപ്പൊ അത് അവരെ കക്ഷിയായി ചേർത്ത് വായ്പ കൊടുത്ത കേസിൽ നമ്മള് അവരുടെ എല്ലാ മക്കളെയും പിന്നീട് കക്ഷി ചേർത്ത് വേണോ? അല്ല, അമ്മയുടെയും അച്ഛന്റെ മരണശേഷം ഈ വസ്തുവിന്റെ പൂർണ്ണ അവകാശി നമ്മുടെ വായ്പക്കാരനായ മകനാണെങ്കിൽ പിന്നെ കക്ഷി ചേർക്കേണ്ട കാര്യമില്ല. ഇല്ല. ഓക്കെ. പൂർണ്ണ അവകാശമാണോ നമ്മൾ പ്രമാണം പരിശോധിച്ച് ഉറപ്പ് വരുന്നത്. പിന്നെ ഒരു ഡൗട്ട് കൂടി സാർ, എംപ്ലോയി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുത്തിട്ട് ക്യാഷ് അടയ്ക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അതിന് വേറെ ബാധ്യതകൾ ഉള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ അവിടുന്ന് നമ്മള് ബന്ധപ്പെട്ട ഓഫീസിലേക്ക് നോട്ടീസ് എല്ലാം അയച്ചിട്ടും ഫോം നമ്പർ 9 ഒക്കെ കൊടുത്തിട്ടും അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസോ അല്ലെങ്കിൽ അതിന് ക്യാഷ് അടവ് വരുന്നില്ല. നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് അല്ലല്ലോ, എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് അല്ലേ എടുത്തിരിക്കുന്നത്? എംപ്ലോയി സർട്ടിഫിക്കറ്റ്. അതെ, സാലറി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് നടപടി ഉണ്ടാകും. പക്ഷെ ഇതാണെങ്കിലും നമുക്ക് ഈ 77 പ്രകാരം നമുക്ക് വേണമെങ്കിൽ സാലറി അറ്റാച്ച്മെന്റ് ഓർഡർ ഇറക്കാം. ഏതാ സാലറി ശമ്പളം ജപ്തി ചെയ്തുകൊണ്ട് ഉത്തരവിറക്കാം. അതെയോ? തെളിയിക്കണം അയാൾക്ക് അവിടെ ജോലി ജോലി. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. സർക്കാർ സ്ഥാപനമല്ലേ, സ്വാഭാവികം ചെയ്യാം. ശമ്പളം ജപ്തി ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയാണ്. അപ്പൊ ഈ ശമ്പളം ഡിസ്ബേഴ്സ്മെന്റ് ഓഫീസർ ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ അത് നമുക്കൊന്നും അങ്ങനെ ഉണ്ടെങ്കിൽ ആ മുമ്പുള്ള ആള് പ്രൊമോഷനായി ഇപ്പം ഡിസ്ബേഴ്സ്മെന്റ് ഓഫീസറായിട്ട് വന്നതാണോ? അതെ അതെ, ആ പ്രൊമോഷൻ വന്നപ്പോ ഇപ്പം ഈ വായ്പക്കാരൻ ഡിസ്ബേഴ്സ്മെന്റ് ഓഫീസർ ഒരാളാണ്. ആ കേസിൽ ഉള്ളിയുടെ തൊട്ട് മുകളിലുള്ള ആളിലേക്ക് നമ്മളിത് കൊടുക്കുക, ജപ്തി ചെയ്ത് ഉത്തരവ് അയച്ചു കൊടുക്കുക. ഞാൻ ട്രിവാൻഡ്രത്തേക്കൊക്കെ അയച്ചു നോക്കി, പക്ഷെ ട്രിവാൻഡ്രത്ത് പ്രോപ്പർ റെസ്പോൺസ് വരുന്നില്ല. ഇല്ലെങ്കിൽ 1-2 തവണ അയച്ച് റെസ്പോൺസ് വന്നില്ലെങ്കിൽ ഇത് കോടതി സമീപിച്ച് കൃത്യമായിട്ട് അതിന് മറുപടി കിട്ടും. എവിടെയാ? കോടതിയെ സമീപിക്കൂ. കോടതി സമീപിക്കണം. കോടതിയിൽ ഉറപ്പായിട്ടും റെസ്പോൺസ് കിട്ടും. ഗവൺമെന്റ് സെക്രട്ടറിക്ക് കൊടുക്കണോ? അങ്ങനെ ഗവൺമെന്റ് സെക്രട്ടറിക്ക് കൊടുത്താൽ ഈ പറയുന്ന ആള് ഏത് റാങ്കിലുള്ളതാണോ? സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണോ? അല്ല, സെക്രട്ടറി റാങ്കിലുള്ളതല്ല. അദ്ദേഹം ഇത് സാലറി ഡിസ്ബേഴ്സ്മെന്റ്, അതിന്റെ കറക്റ്റ് പൊസിഷൻ എനിക്കറിയില്ല. എന്തായാലും അവിടെ ഈ പറയുന്ന ആളുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനെ കോൺടാക്ട് ചെയ്ത് നോട്ടീസ് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് കോടതി അപ്രൂവ് ചെയ്താൽ ഉറപ്പായിട്ടും ശമ്പളം കട്ട് ചെയ്ത് തരും. കാര്യം ശമ്പള വിതരണ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണ് താഴെയുള്ള ഉദ്യോഗസ്ഥന് ഈ ശമ്പള സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ മതിയായ ശമ്പളമുണ്ട്, ഈ വായ്പ ഡിഫാൾട്ട് ആയാൽ
അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ മാത്രമുള്ള ശമ്പളം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ശമ്പള വിതരണ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമാണ്. അതിനനുസരിച്ച് മാത്രമേ ശമ്പള സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയൂ. കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അത് ആ ഉദ്യോഗസ്ഥന്റെ വീഴ്ചയല്ലേ? അതെ അതെ. ആ ഓക്കെ സാർ, താങ്ക് യു. സാറേ, കോടതി ഉദ്ദേശിക്കുന്നത് നമ്മൾ സിവിൽ കോടതി മുഖാന്തരമല്ലേ ജില്ലാ അഡ്വക്കേറ്റ് മാത്രം നോട്ടീസ് അയക്കുക, കോടതിയിലേക്ക് കൊടുക്കുക. അതായത് ആ ഉദ്യോഗസ്ഥൻ അയാളുടെ ചുമതലകൾ നിർവഹിക്കുന്നില്ല, കസ്റ്റമർ കൈകാര്യം ചെയ്യണം കൃത്യമായി. അയാളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആ ഉദ്യോഗസ്ഥന് വീഴ്ച വന്നു എന്നുള്ള രീതിയിൽ അവരത് കേസ് ക്ലെയിം ചെയ്തു. അങ്ങനെ ഒരുപാട് സംഘങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നോട്ടീസ് കഴിഞ്ഞിട്ടുണ്ട്, അവർ പൈസ അടച്ച് തെറ്റായി പോകുന്നു. ഓക്കെ, നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാന്നോ? ഞാനൊരു ഇത്തിരി തിരക്കായി പോയി. കാര്യം വെച്ചാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പോവുമായിരുന്നു. അതിനെ വിളിക്കാൻ ഞാൻ വീട്ടിലോട്ട് വന്ന് ജസ്റ്റ് കയറിയതേ ഉള്ളൂ. നല്ല ക്ലാസ് ആയിരുന്നു സാർ. അജിത് ബേബി സാറിനെ നമുക്ക് ആരെങ്കിലും ഒരാൾ നന്ദി പറഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അജിത്തെ പറഞ്ഞു. സാറേ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. എല്ലാം വളരെ ഡീപ്പായിട്ട് തന്നെ സാറ് കുറച്ച് സാറിന്റെ ടൈർഡ് കൊണ്ടായിരിക്കും സൗണ്ട് ഇച്ചിരി താഴ്ന്നതായാലും എല്ലാം നല്ല നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ, പിന്നെ നമ്മുടെ സംശയങ്ങൾ ചോദിച്ചത് എല്ലാം നല്ല സംശയങ്ങളാണ് ചോദിച്ചത്. ഞങ്ങളുടെ എല്ലാവിധ നന്ദി സാറിന് അറിയിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ.